ഹലോ, ഗുഡ് മോർണിംഗ്. ഒന്നുകൂടെ എനർജിയില് ഗുഡ് മോർണിംഗ്. എല്ലാരും ഒന്നുകൂടെ ഒന്ന് എണീറ്റേ. ഡോക്ടറാണേ, ഡോക്ടറാ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെരി വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ എല്ലാരും കൂടെ ഒന്നിച്ച് കൂടിയേക്കുന്നതെന്ന് അറിയാവോ? നമുക്ക് സ്വാഗതം ചെയ്യട്ടെ. നമുക്ക് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹ രോഗം, ജീവിതശൈലി രോഗങ്ങള്, നമ്മൾ എങ്ങനെയാണ് സ്കൂളിൽ വരേണ്ടത് കേട്ടോ, നീറ്റായിട്ട് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങള് കൊണ്ടുപോകേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ എത്തിയ ഡോക്ടർ അന്ന ജോസഫിന് നിങ്ങളുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു. എല്ലാരും എനർജറ്റിക് ആണോ? ഹാപ്പി ആണോ? രാവിലെ എല്ലാരും കഴിച്ചിട്ടാണോ വന്നത്? ഫുഡൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? വയറ് നിറച്ച് കഴിച്ചോ? ഓക്കെ. ഇപ്പൊ നമുക്ക് ഇതാണ്, നമ്മള് ടീച്ചർ പറഞ്ഞില്ലേ, കുട്ടികളിൽ വരുന്ന ഷുഗർ. എല്ലാരും ഇരുന്നോ? എല്ലാരും ഇരുന്നോ? കുട്ടികളിൽ വരുന്ന കുറച്ച് അസുഖങ്ങളൊക്കെയാ. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ കുട്ടികളിൽ വരുന്ന പ്രമേഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. പ്രമേഹം എന്താന്നൊക്കെ അറിയാവോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പ്രമേഹമാണ് എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ കഴിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടോ? മോളെ എനിക്ക് ആ മരുന്ന് എടുത്തിട്ട് തരാമെന്ന്, അതെന്റെ പ്രമേഹത്തിന്റെ മരുന്ന് കേട്ടിട്ടുണ്ടോ പറഞ്ഞു വിളിക്കുന്നേ? അതാണ്. അപ്പം പ്രായമായവരിലൊക്കെയാണ് കൂടുതലും പക്ഷെ പ്രമേഹമൊക്കെ കണ്ടുവരാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞു പിള്ളേരിലും ഈ പറയുന്ന പ്രമേഹം കണ്ടുവരുന്നുണ്ട്. അറിയാവോ? അതെന്തുകൊണ്ടാണെന്നൊക്കെ നോക്കണ്ടേ നമുക്ക്? അപ്പൊ ഇതാണ് നമ്മുടെ വിഷയം, കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹവും മാറേണ്ട ജീവിതശൈലി കേട്ടോ. അപ്പം ഞാൻ ഡോക്ടർ അന്നയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങളോട്, ഈ ഡയബറ്റിസ്, ഈ പ്രമേഹത്തിന് പറയുന്ന പേരാണ് ഡയബറ്റിസ്. അപ്പൊ ഈ ഡയബറ്റിസ് എങ്ങനെയാണ് വരുന്നത്? ഡയബറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ഷുഗർ ഉണ്ട്. ബോഡിയിൽ ബ്ലഡിൽ കൂടെ ഷുഗർ പാസ് ചെയ്യുന്നുണ്ട്, കടന്നുപോയി. എല്ലാവർക്കും നമ്മുടെ സെൽസിനൊക്കെ എനർജി വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ എനർജി വേണ്ട. അപ്പൊ ഈ ഷുഗറിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഒരു നിശ്ചിതമായ ഒരു ലെവൽ ഷുഗർ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. പക്ഷെ ആ അളവിലും കൂടുതൽ ഷുഗർ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഈ ഷുഗർ എന്ന് നമ്മൾ, അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് നമ്മൾ ആ ഒരു അവസ്ഥനെ വിളിക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഘടകമാണ്. കേട്ടിട്ടുണ്ടല്ലേ? അപ്പം ഈ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ മര്യാദയ്ക്ക് ഫങ്ഷനിങ് ആവുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ഈ നമ്മുടെ ബോഡിയിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അളവിൽ ഷുഗർ ഉണ്ട്, പഞ്ചസാര ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതങ്ങ് കൂടിപ്പോവും, ഒത്തിരി കൂടുതലായിപ്പോവും. പിന്നെ നമ്മൾ മരുന്നൊക്കെ എടുത്ത്, കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് അത് നോർമലാക്കി വരുത്തണം. ഇൻസുലിൻ എന്ന് പറയുന്ന ആ സാധനത്തിന് നമ്മുടെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ മരുന്നുകളൊക്കെ കഴിക്കണം. ആ അവസ്ഥ വരുന്നത്. അപ്പം ഈ പറയുന്ന ഡയബറ്റിസ് 2 തരം ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളിലൊക്കെ ഡയബറ്റിസ് കാണുന്നുണ്ടല്ലേ. ഇനിയിപ്പൊ ടൈപ്പ് 1 ഡയബറ്റിസ് എന്താണ്? ഞാൻ ഈ പറയുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ഇൻസുലിന് നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസിലാണ് ഉണ്ടാക്കുന്നത്. ആ പാൻക്രിയാസ് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല, അതായത് ഇൻസുലിൻ മര്യാദയ്ക്ക് ശരിക്കും ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിലെ ഷുഗറിനെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരനെ അതിന് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതങ്ങ് കൂടിപ്പോവും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വേറെ ഇൻസുലിനൊക്കെ കുത്തിവെച്ച് നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരണം. അന്നേരമാണ് പിന്നെ ഷുഗർ നല്ലപോലെ ലെവലിലായിട്ട് എത്തുന്നത്. അപ്പൊ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ആ ഇൻസുലിൻ കുറയുന്നതിൻ്റെ ആ ഒരു കണ്ടീഷനാണ് വരിക. അതിൻ്റെ ഫങ്ഷനിങ് മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് എന്തെങ്കിലും ജന്മന വരുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അത്
ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്നതല്ല. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാവോ? പിള്ളേർക്ക് വരുന്നതാ. അവർ ഈ കണ്ടമാനം പഞ്ചസാരയും ഈ നമ്മളാണെന്നുണ്ടെങ്കിൽ ലേസും അതുപോലെ തന്നെ ചിപ്സും കുറേ കൊക്കക്കോളയും ഒക്കെ നമ്മൾ ഈ കടയിലൊക്കെ പോയിട്ട് വാങ്ങിച്ച് കഴിക്കത്തില്ലേ? അങ്ങനെ ഒത്തിരി സാധനങ്ങളെല്ലാം കഴിച്ചു കണ്ടമാനം വാരി വലിച്ച് കയറ്റിയിട്ട് പിള്ളേർക്കൊക്കെ തൊട്ട് വരുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. സാധാരണ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കുറേ പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ടായിരുന്നു വരാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എന്താ പറ്റുന്നതെന്ന് അറിയാവോ? എല്ലാവരും ഇങ്ങനെ വലിച്ചു വാരി നിന്നുകൊണ്ടിരിക്കുക. ആർക്കും ചോറൊന്നും വേണ്ട, പച്ചക്കറി ഒന്നും വേണ്ട. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ഈ കെമിക്കലൊക്കെ അടങ്ങിയ നല്ല മധുരമുള്ള ഈ സാധനങ്ങളെല്ലാം വലിച്ചു കയറ്റിയിട്ട് പിള്ളേരുടെ ബോഡിക്കകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല. അപ്പൊ കൊച്ചു പ്രായത്തിൽ ഇതേപോലെ അയ്യോ എനിക്ക് ഷുഗർ ആണ് എന്നൊക്കെ പറഞ്ഞു മരുന്ന് കഴിക്കാൻ ഇന്ന് നാണക്കേടാ അല്ലേ? എന്നാ നാണക്കേടാ കൊച്ചു പ്രായത്തിൽ എനിക്ക് ഷുഗർ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ? ഷുഗർ പിടിച്ചോണ്ട് ഇങ്ങനെ നമ്മൾ ആരോടെങ്കിലും പറയുന്ന നാണക്കേടല്ലേ നമുക്ക്? വലിയ പ്രായമായിട്ട് വരുന്ന അസുഖമായിരുന്നു. എനിക്കിപ്പോൾ ചെറുപ്പത്തിലേ ഇതുപോലെ അസുഖം പിടിച്ചുപോയി, മരുന്നൊക്കെ എടുത്ത് കഴിക്കേണ്ട വന്നു. ഇതൊരവസ്ഥയല്ലേ? അപ്പൊ നമ്മള് ഇതൊന്നും വരാണ്ട് നോക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞാനിപ്പോ പറഞ്ഞതിനകത്തെ ഡയബറ്റീസ് പിള്ളേർക്ക് വരുമോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഡയബറ്റീസ് പിള്ളേർക്ക് വരുമോ? വരും. അതെ, വെരി ഗുഡ്, വരും. അതാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. കൊച്ചു ആൻസർ പറഞ്ഞുകൊണ്ട് കൊച്ചിന് ഒരു കുഞ്ഞു ഗിഫ്റ്റ്. ഡയബറ്റീസ് കുട്ടികളിൽ വരും അല്ലേ? അപ്പം ഡയബറ്റീസ് നമ്മുടെ കണ്ടമാനം ഈ ഫുഡുകളെല്ലാം അടിച്ചു വാരി കയറ്റിയത് കൊണ്ടാണ് ഈ ഡയബറ്റീസ് വരുന്നത്. അപ്പം നമുക്ക് ഇതൊക്കെ എന്താണ് ചെയ്യേണ്ടത്? കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ചോദിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്ലൈഡിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാണിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും. നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നാൽ മതി കേട്ടോ. അപ്പൊ ഇല്ലേ ജങ്ക് ഫുഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കുറച്ച് ജങ്ക് ഫുഡിന്റെ പേര് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. 2-3 ജങ്ക് ഫുഡ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കടയിൽ നിന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കൈ അടിച്ചേ. കൊക്കക്കോള. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കനാണ്. ആ സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന രോഗങ്ങളൊക്കെ വരുത്തുന്നത്. കൊക്കക്കോളയും ബർഗറും സാൻഡ്വിച്ചും പിന്നെ ലേസ് പിന്നെ മറ്റേ കുർക്കുറെ, അങ്ങനെ കുറെ 5 രൂപയ്ക്ക് കുർക്കുറെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കത്തില്ലേ കടയിൽ പോയിട്ട്? അതൊക്കെ എന്നെ നമ്മൾ ഈ വിഷം അടിച്ച് കയറ്റുന്നത്. അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ കുട്ടികൾക്ക് ഈ ഡയബറ്റീസ് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ലക്ഷണം എന്നറിയാവോ? കണ്ടമാനം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ ദഹനം ഒന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല. ഈ ബർഗറിനകത്തൊക്കെ എന്നാന്ന് വെച്ചിട്ട് ഇവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പല പല സാധനങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ അഡിക്റ്റ് ആയി പോകും. എനിക്ക് ഒരെണ്ണം കൂടെ കഴിക്കാൻ തോന്നും. ഒരു ലേസ് കഴിച്ചു കഴിഞ്ഞു, അപ്പം അമ്മ എനിക്ക് ഒരെണ്ണം കൂടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വാങ്ങിക്കാൻ പോകും അല്ലേ? ഇതൊക്കെ ഇങ്ങനെ എല്ലാ കെമിക്കലും ഭയങ്കര ഷുഗറും ഒക്കെയാണ് നമ്മൾ ഈ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ദഹനമോ ഒന്നും മര്യാദയ്ക്ക് നടക്കത്തില്ല. നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എപ്പോഴും ഒന്നും ചെയ്യാനൊന്നും തോന്നത്തില്ല. എപ്പോഴും ഒന്ന് കിടക്കാനും പഠിക്കാനും തോന്നത്തില്ല. ഭയങ്കരമായിട്ട് ദാഹിക്കും. എപ്പോഴും ഭയങ്കര ദാഹമായിരിക്കും. പിന്നെ തരുതരം മുള്ളാമുട്ടും. മുള്ളാമുട്ടും. എന്തൊക്കെയാ ഞാനിപ്പോ പറഞ്ഞേ? ഷുഗർ വരുന്നവർക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമെന്ന് പറഞ്ഞേ ഇപ്പോ? പഠിക്കാൻ തോന്നത്തില്ല. ദാഹിക്കും. ഭയങ്കര ദാഹമായിരിക്കും എപ്പോഴും. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെയിറ്റ് കണ്ടമാനം പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ചെയ്യും. ഇപ്പൊ മെലിഞ്ഞിരുന്ന ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വണ്ണം വെച്ച് തോന്നും. അങ്ങനെ പെട്ടെന്നായിരിക്കും ഇവരുടെ വണ്ണത്തില് വ്യത്യാസം തോന്നുന്നത്. പിന്നെ ഇവരുടെ കാഴ്ചയൊക്കെ പയ്യെ ഒന്ന് ചെറുതായിട്ട് മങ്ങിത്തുടങ്ങും. മര്യാദയ്ക്ക് നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇങ്ങനെ പാടയൊക്കെ പോലെ ടീച്ചർമാരൊന്നും മര്യാദ കാണാൻ പറ്റുന്നില്ല. ബോർഡിലൊന്നും എഴുതിയേക്കുന്നൊന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നില്ല. പെട്ടെന്ന്
ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. ചെറിയ പ്രായത്തിലാന്ന് ഓർത്തോണേ, കുഞ്ഞായിരിക്കുമ്പോഴാ. പിന്നെ ഈ കഴുത്തേലും ഇവിടെയൊക്കെ ഇല്ലേ, കഴുത്തേലും ഈ ഭാഗത്തും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത് ഡാർക്ക് ആയിട്ടുള്ള ഇങ്ങനെ പാടുകളൊക്കെ വരാനൊക്കെ തുടങ്ങും. ഇതൊക്കെ ഇതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ഡയബറ്റീസ് വരരുത്, നമ്മളത് വരാതെ നോക്കണം. എല്ലാവരും പറയും ഇങ്ങനെ ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ്, അതായത് കുട്ടികൾക്ക് വരുന്ന പ്രമേഹത്തെ പറ്റിയിട്ട് നമ്മൾ കാര്യമായിട്ട് നോക്കുന്ന വർഷമായത്. അപ്പൊ നമ്മള് ഇത് ഇത്ര വരാതെ നോക്കണം, ഇത് നമുക്ക് ഭയങ്കര ഈ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ? ഡയബറ്റീസ് വരാതിരിക്കാൻ നോക്കേണ്ട കാരണം എന്താ? ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് പറയാവോ? ഞാനിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞേ അതല്ല, ഡയബറ്റീസ് കാരണം നമുക്കിപ്പോ എന്താ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് തന്നെ, പഠിക്കാൻ പറ്റത്തില്ല, പിന്നെ ഭയങ്കരമായിട്ട് തരം മുള്ളാൻ മുട്ടും, ഭയങ്കരമായിട്ട് തോന്നും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാനുള്ള ബുദ്ധിമുട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, കാഴ്ച കുറയും. പിന്നെ കിഡ്നിക്കൊക്കെ പ്രശ്നം വരും, കിഡ്നി പ്രശ്നം, ഹാർട്ടിന് പ്രശ്നം വരും, എല്ലാ ഓർഗൻസിനും പ്രശ്നമാണ്. ഷുഗർ കൂടി എല്ലാ ഓർഗൻസിനും പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഷുഗർ വരാണ്ട് നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്ന ഡയബറ്റിസ് ഇത്ര വലിയ ഭീകരനായി മാറിയത്. കണ്ടോ, ഈ മനുഷ്യന്റെ എല്ലാ ഭാഗത്തും പ്രശ്നമാണ്. ഇത് നെർവിന് പ്രശ്നമാ, ഹാർട്ടിന് പ്രശ്നമാ, കണ്ണിന് പ്രശ്നമാ, തലച്ചോറിനും പ്രശ്നമാ, കിഡ്നിക്ക് പ്രശ്നമാ, കാലിന് ഇവിടെയൊക്കെ ഇങ്ങനെ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉണങ്ങാൻ ഭയങ്കര പാടാ. ഉണങ്ങത്തൊന്നും ഇല്ല, ഇങ്ങനെ അവിടെ ഇരുന്ന് മുറിവ് ഉണങ്ങാതെ അവിടെ ഇരുന്ന് പഴുത്ത് ചീഞ്ഞളിഞ്ഞു പോവും കേട്ടോ. അതുകൊണ്ട് ഷുഗർ വരാണ്ട് നോക്കണം കേട്ടോ. ആ ചേട്ടന് ഫുള്ള് ബോഡി പോയി. ചെറുപ്പത്തിലെ ആ ചേട്ടൻ ഏതാണ്ട് ഡയബറ്റീസ് പിടിച്ചതാ. ഇതേപോലെ എല്ലാ സാധനങ്ങളും ഒക്കെ വലിച്ചു വാരി കഴിച്ചിട്ട് ഡയബറ്റീസ് പിടിച്ച ആ ചേട്ടന് ഇപ്പോൾ ഒരു ഓർഗനും വരെയൊക്കെ ഫങ്ഷൻ ചെയ്യുന്നില്ല. അതാ. അപ്പൊ അന്ന് പറഞ്ഞേ, ഒരു റബ്ബർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാ പറയുന്നേ? അപ്പൊ നമുക്ക് ഈ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം വരും? പിന്നെ പിന്നെ എന്നാ? തലച്ചോറ്, കിഡ്നി, എല്ലാത്തിനും പ്രശ്നമാവും. പിന്നെ കാലിന് മുറിവൊക്കെ ഉണങ്ങാൻ പാടായിരിക്കും. അതെ, ഇന്നാ അപ്പൊ അങ്ങനെ എല്ലാരും ഭയങ്കര മിടുക്കര് പിള്ളേരാണല്ലോ. നല്ല അടിപൊളിയായിട്ട് ആൻസർ ഒക്കെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഹായ്. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഡയബറ്റീസ് വരാണ്ട് നോക്കണം ഒക്കെ പറഞ്ഞു. എങ്ങനെയാ നോക്കുന്നേ? അപ്പൊ നമ്മൾ നല്ല ഫുഡുകളൊക്കെ സെലക്ട് ചെയ്യുക. ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്ന മറ്റേ ബർഗറും ഒക്കെ ഇല്ലേ, ചീഞ്ഞ സാധന, പൊട്ട സാധന, ചിച്ചി സാധന അല്ലേ? ടേസ്റ്റ് ഉണ്ടെന്നുള്ള, അതിനകത്തൊന്നും ഇല്ല. നമുക്ക് ഒരു എനർജിയും കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പൊണ്ണത്തടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് നടക്കാൻ വയ്യോ, എനിക്ക് നടക്കാൻ വയ്യേ. ഷുഗറും പിടിച്ച് പ്രഷറും പിടിച്ച് കൊച്ചുനാളില് അയ്യോ അമ്മൂമ്മമാരെ പോലെ ആയിപ്പോ കൊച്ചുനാളില്. അതൊന്നും വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം? നല്ല ഫുഡുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. നല്ല സൂപ്പർ ഫുഡുകൾ. എന്നാ ഫുഡാ സൂപ്പർ? വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡാണ് സൂപ്പർ അല്ലേ? പച്ചക്കറികള്, ചോറ്, ചപ്പാത്തി, പിന്നെ ചിക്കൻ, ദോശയും കടലയും, അപ്പം, പുട്ട്. വെരി ഗുഡ്. പുട്ട്. ആരായിരുന്നു പുട്ട് പറഞ്ഞ്? പിന്നെ എന്നാ? പിന്നെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു ഫുഡിന്റെ പേര് പറഞ്ഞേ. അമ്മച്ചി ഇന്ന് രാവിലെ എന്നാ ഉണ്ടാക്കി തന്നേ? അതും അടിപൊളി. പപ്പടം ചോറും. അത് വെരി ഗുഡ്. അങ്ങനെ അപ്പം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണ് സൂപ്പർ ഫുഡ്. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ചോയ്സ് എന്ന് പറയുന്നത് അതാ. നമ്മൾ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആപ്പിള്, ഓറഞ്ച്,
നല്ല നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചപ്പാത്തി, ചോറ് അതൊക്കെയാണ് കഴിക്കേണ്ടത്. പിന്നെ എന്നാ ചെയ്യേണ്ടത്, നമ്മൾ നല്ലപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ, എക്സസൈസുകളൊക്കെ ചെയ്യണം. കളിക്കുമോ നിങ്ങൾ? ഇവിടെ ഡ്രിൽ പീരീഡ് ഉണ്ടോ, PT പീരീഡ് ഉണ്ടോ? നല്ലപോലെ കളിക്കുമോ നിങ്ങൾ? ആ സമയത്ത് വേർത്തൊലിച്ച് കളിക്കുമോ? ആ, നിങ്ങൾ കൂട്ടുകാരൊക്കെ കുറിച്ച് കൂടിയിട്ടാണോ, എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയാണോ കളിക്കുന്നേ? എന്നൊക്കെയാ കളിക്കുന്നേ? ഓട്ടപ്പിടുത്തം. ആ, മോൾ എന്നാ കളിക്കുന്നേ? സാറ്റ് കളിക്കോ? ആ, അപ്പൊ അങ്ങനെ നമ്മൾ പല പല ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവണം. പിന്നെ നമ്മൾ ഈ ഫോൺ ഉപയോഗം അങ്ങ് നിർത്തണം. ഇപ്പൊ എല്ലാ പിള്ളേർക്കും ഇതുപോലെയാ, ഉണ്ടാകുമ്പോ തൊട്ട് എല്ലാരും ഇങ്ങനെ ഫോണിനകത്താ ഉണ്ടായി വരുന്നത്. ഇല്ല, കുഞ്ഞു ഉണ്ടായി വരുമ്പോഴത്തേക്ക് എന്റെ ഫോൺ, എനിക്ക് മമ്മ, എനിക്ക് ഫോൺ എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഉണ്ടായി വരുന്നത്. അന്ന് തൊട്ടേ ഫോണിന് പുറകെ എല്ലാരും. അപ്പൊ ഒക്കെ ഇവർക്കൊക്കെ എന്നാ പറ്റുന്നത്, ഇവരിങ്ങനെ വലുതാകുമ്പോ ഒന്നും പിള്ളേർക്കൊന്നും കളിക്കാനൊന്നും ഇഷ്ടമില്ല. അവര് ഇതേപോലെ ഫോണൊക്കെ നോക്കി, ഫോണിൽ ഗെയിം കളിച്ച് ഇങ്ങനെ ഫോൺ ഉണ്ടായാലേ അവർ കഴിക്കത്തുള്ളൂ. ഇങ്ങനെ ഫോണിനകത്ത് നോക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എന്നതാ കഴിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ മുളക് കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞോണ്ട് വരുന്നേ. എന്നതാ നോക്കാണ്ടാ കഴിക്കുന്നത്, ഇങ്ങനെ TV-ക്കകത്ത് നോക്കിയിട്ട്. അപ്പൊ എന്നാ ചെയ്യണ്ടേ, നമ്മള് സ്ക്രീൻ ടൈം നല്ലപോലെ അങ്ങ് കുറയ്ക്കണം. സ്ക്രീൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TV-യും ഇതൊക്കെ കാണുന്നത്. TV കാണുമോ? ഫോൺ കാണുമോ? ഫോൺ കാണാൻ ഇഷ്ടമാണോ? ഇല്ല, ചീച്ചിയാ, ഫോണൊക്കെ ചീച്ചിയാ, മിടുക്കത്തിയാണ് കേട്ടോ. അപ്പം നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് ഇതേപോലെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കളിക്കാനും ചെടിയൊക്കെ നടാൻ പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? മിടുക്കത്തിയാണ്. ചെടിയൊക്കെ നടണം, പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ നടണം. അങ്ങനെ പല പല ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ സ്ക്രീൻ ടൈം, TV ഒക്കെ കാണുന്നത് ആ സമയമൊക്കെ കുറച്ച് കൊണ്ടുവരാം. അപ്പൊ ഈ കുറെ നേരം ഈ TV ഒക്കെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറ്റുന്നതെന്ന് അറിയാം, TV കണ്ടോണ്ടല്ലേ ഇവർ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിച്ച് നമ്മളാണെന്നുണ്ടെങ്കിൽ വിശപ്പ് പോലും അറിയാതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കുറെ കഴിഞ്ഞ് ഇവൻ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയൊരു പാത്രത്തിലെ നിറയെ സാധനം ഇവൻ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വലിയ കുടവയറൊക്കെ ആയിട്ട്, കൊച്ചു പിള്ളേരാണ് ഓർക്കണേ, വലിയ കുടവയറൊക്കെ ആയിട്ട് അവൻ നടക്കാൻ പോലും വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കും. TV കണ്ടോണ്ടി തിന്നുന്നതാ. അപ്പം ഈ TV-യും ഈ കമ്പ്യൂട്ടറും ഒക്കെ കാണുന്നത് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇതേപോലെ അസുഖങ്ങളൊക്കെ വരും. പിന്നെ നല്ല പോലെ ഉറങ്ങുമോ എല്ലാരും? എത്ര മണിക്കൂറൊക്കെ ഉറങ്ങും? 2 മണിക്കൂറാണോ ഉറങ്ങുന്നത്? നീ എന്നാ വീട്ടിൽ പരിപാടി? നീയാണോ വീട്ടിൽ ചോറുണ്ടാക്കുന്നത്? 8 തൊട്ട് 9 മണിക്കൂർ വരെ പിള്ളേർ ഉറങ്ങണം കേട്ടോ. നല്ല പോലെ ഉറങ്ങിയാലേ പഠിക്കാൻ പറ്റും. ഓ, എനിക്കും വേല, അത്രയും ഉറങ്ങല്ല, കുറച്ചുറക്കം കുറയ്ക്കാം. അങ്ങനെ നല്ല പോലെ ഉറങ്ങണം. പിന്നെ റെഗുലറായിട്ട് നമ്മൾ ഡോക്ടറൊക്കെ പോയിട്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട്, ഇപ്പം നമുക്ക് അസുഖം ഇല്ലെങ്കിൽ പോലും ജസ്റ്റ് ഡോക്ടറെ ഒന്ന് പോയി ഹായ് ഒക്കെ കൊടുത്ത്, ഡോക്ടറെ എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഓക്കെ അല്ലേ, ഒന്ന് നോക്കിയേരെ, ഇടയ്ക്കൊന്ന് പോയി ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാ. അമ്മയുടെ ഒക്കെ കൂടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ ബോഡിയോ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാ കേട്ടോ. അപ്പം നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും ഇന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഡോക്ടറൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും, ഇത് ശ്രദ്ധിക്കണം, ഇത് കഴിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെക്കപ്പിന് പോണം. പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഫുഡ് ഏതായിരുന്നു കഴിക്കേണ്ടത്? ഓ, വെരി ഗുഡ്. പിന്നെ ഫ്രൂട്ട്സ്. ഇതിപ്പോ ഞാൻ ആർക്കാ റബ്ബർ കൊടുക്കുക? എല്ലാരും പറയുന്നുണ്ടല്ലോ. പിന്നെ എന്നാ കഴിക്കണ്ടേ? അപ്പം. പിന്നെ എന്നാ കഴിക്കണ്ടേ? മാംസം, മീറ്റ്, എഗ്ഗ്, പാല്, മുട്ട. അപ്പം അങ്ങനെ എന്നതാ അവോയ്ഡ് ചെയ്യണ്ടേ? എന്നതാ നമ്മൾ ഉപേക്ഷിക്കണ്ടേ? ബർഗർ, പിന്നെ കോക്കോകോള, ചിപ്സ്, അത് തന്നെ. പിന്നെ ഒത്തിരി വെള്ളം കുടിക്കണം. നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണം. വരുന്ന വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെള്ളമൊക്കെ എല്ലാവരും കുടിക്കാറുണ്ടോ? അതോ കുപ്പി അതുപോലെ തന്നെ കൊണ്ടുപോവാണോ? കുടിച്ചു തീർക്കാറുണ്ടോ? മിടുക്കരാണ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള്
നല്ല പോലെ ആക്റ്റീവ് ആയിട്ടിരിക്കണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ കളിക്കണം. പിന്നെ നല്ല ഡാൻസ് ഒക്കെ കളിക്കണം. ഇവിടെ സുംബ ഡാൻസ് ഉണ്ടോ? അപ്പം അതിലൊക്കെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കളിക്കണം കേട്ടോ. പിന്നെ നടക്കാൻ പോകണം. ഈ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്നവരൊക്കെ ഉണ്ടോ? കുറെ പേര് നടന്നാണ് പോണം അല്ലേ? ആഹാ, വെരി ഗുഡ്. മിടുക്കരായിരുന്നോ? അപ്പം നടക്കണം. സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാവോ എല്ലാവർക്കും? ഓ, സൈക്കിൾ ഓടിക്കണം. സ്കിപ്പിംഗ് അറിയാവോ? സ്കിപ്പിംഗ് ചെയ്യണം. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് വീഡിയോസ് ഒക്കെ കാണുന്ന, നമ്മുടെ ഫോണൊക്കെ കാണുന്നതൊക്കെ കുറയ്ക്കണം. എന്നിട്ട് ഈ പറയുന്ന ആക്ടിവിറ്റികളെല്ലാം ചെയ്യണം. കണ്ടോ, 8 തൊട്ട് 10 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങണം. നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഫോൺ ഉപയോഗിക്കരുത്. കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചിലവരൊക്കെ ഉണ്ട് ഇങ്ങനെ ഫോൺ കണ്ടോണ്ടായിരിക്കും അങ്ങ് ഉറങ്ങുന്നത്. ഇവരൊക്കെ ഇന്ന് പിന്നെ കാണുന്നതൊക്കെ രാത്രി കാണുമ്പോഴത്തേക്ക് പിന്നെ കോക്കാച്ചി ഒന്ന് കടിക്കാൻ പോകുന്നൊക്കെ ആയിരിക്കും കാണുന്നത്. എന്നതാ ഈ കോക്കാച്ചിയുടെ ഒക്കെ ആയിരുന്നു ഇത് ഫോണിനകത്ത് കണ്ടോണ്ടിരുന്നത്. അങ്ങനെ ഒന്നും നമ്മൾ ഫോണൊന്നും കണ്ടോണ്ട് നമ്മൾ കിടക്കരുത്. അപ്പോൾ ഈ ബെഡ് ടൈമിന് നമ്മൾ കിടക്കുന്നതിന് ഓരോരോ മണിക്കൂർ മുന്നേ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കിടക്കണം. എന്നാലേ നമുക്ക് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നല്ല സുഖമായിട്ട് 8 തൊട്ട് 10 മണിക്കൂർ വരെ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ 1 മണിക്കൂർ നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ സാധനമൊക്കെ ഫോണൊക്കെ എടുത്ത് മാറ്റി കളയണം കേട്ടോ. അങ്ങനെ നല്ല കൃത്യമായ സമയത്ത് ഉറങ്ങുന്നൊക്കെ നമ്മളൊന്ന് ശീലിച്ചു വരണം. പിന്നെ ഇനിയിപ്പോ സ്കൂളിൽ ടീച്ചർമാർക്കും നമ്മുടെ പേരൻസിനും ഒക്കെ റോളുണ്ട്. ടീച്ചർമാർക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ടീച്ചർമാരെ പഠിപ്പിക്കണം. അത് തന്നെ. എന്നിട്ട് ടീച്ചർമാർ ഇതേപോലെ നല്ല നല്ല PT ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് ചെയ്യിപ്പിക്കണം. പിന്നെ പേരൻസിന് എന്നാ ചെയ്യാൻ പറ്റും? പേരൻസ് നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി തരണം. ഈ പറയുന്ന ബർഗറും ബർഗർ സാധനങ്ങളൊന്നും ആരും കഴിക്കരുത്. പിന്നെ പേരൻസിന് എന്നാ ചെയ്യാൻ പറ്റുന്നേ? അത് തന്നെ, നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അത് തന്നെ. അപ്പം നമ്മള് നല്ല ഹാബിറ്റ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്, പേരൻസ്. പിന്നെ ജങ്ക് ഫുഡായിട്ടുള്ള ഈ ബർഗറും സാൻഡ്വിച്ചും ഒക്കെ ഒന്നും അമ്മമാര് കുട്ടികൾക്ക് വാങ്ങിച്ചു തരാം. അമ്മമാർ ഇനി അഥവാ വാങ്ങിച്ചു തരാം, എനിക്കിത് വേണ്ട, ഇത് ചീച്ചിയാന്ന് പറയണം കേട്ടോ. പിന്നെ അങ്ങനെ സ്കൂളിൽ ടീച്ചർമാർക്കും വീട്ടിലെ പേരൻസിനും ഒക്കെ നല്ല റോളുണ്ട് ഇതിന്. അപ്പൊ എന്താ, നമുക്ക് ഡയബറ്റീസ് ടൈപ്പ് 2 നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പറ്റും. വെരി ഗുഡ്. പറ്റും. എങ്ങനെയാ പറ്റുന്നേ? അത് തന്നെ. ഫോണ് മാറ്റി വെക്കണം. എനിക്ക് കുറെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് ഈ എന്നാ പറയുന്നേ, ബർഗർ ഒഴിവാക്കണം, കോള ഒഴിവാക്കണം. പിന്നെ TV മാറ്റി വെക്കണം. പിന്നെ ഇൻസുലിനൊക്കെ രോഗം വന്നു കഴിയുമ്പോഴത്തെ കാര്യമാ. ഇനി രോഗം വരുന്നതിന് മുന്നേ നമ്മൾ നോക്കണം. പച്ചക്കറി കഴിക്കണം, മുട്ട, പാലെല്ലാം കഴിക്കണം. അപ്പം അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ചോയ്സസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും, വരാതിരിക്കാൻ പറ്റും. പിന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പിള്ളേരെല്ലാരും ഒന്ന് എണീറ്റോ. വെരി ഗുഡ്. എല്ലാരും ഒന്ന് എണീറ്റേ. ഇരുന്നേ. കൈ പൊക്കിക്കേ, കൈ താഴ്ത്തിക്കേ, വലത് കൈ പൊക്കിക്കേ, വലത് കൈ ചോറുണ്ണുന്ന കൈ, ഇടത് കൈ പൊക്കിക്കേ. വെരി ഗുഡ്. ഇത് നിന്നിട്ട് 2 കൈയും പൊങ്ങിയിരിക്കുന്നത്. ഓക്കെ. എല്ലാരും ആക്റ്റീവായോ? ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. നമ്മളിപ്പോ എന്നത്തെ പറ്റിട്ടാ പറഞ്ഞോണ്ടിരുന്നേ? ഡയബറ്റിസ് എന്ന് വെച്ചാൽ എന്നതാ? അതിനൊരു മലയാളത്തിൽ ഒരു വേർഡ് പറയാൻ പറ്റുമോ?
ഷുഗർ പ്രമേഹം. പ്രമേഹം എന്ന് ആരാ പറഞ്ഞേ? പ്രമേഹം ആരായിരുന്നു പറഞ്ഞേ? അങ്ങനെ അപ്പൊ എല്ലാരും മിടുക്കരാണേ. ഒരു മിനിറ്റ് എല്ലാരും ഒന്ന് ശ്വാസമൊക്കെ വലിച്ചൊന്ന് റിലാക്സ് ചെയ്തോ. ബ്രീത്തിങ് നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് നല്ല പോലെ റിലാക്സ് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ടെൻഷനൊക്കെ വരുന്ന സമയത്തും നമ്മൾ ഒത്തിരി ഇനിയിപ്പോൾ ടീച്ചർമാർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ, അച്ഛന് ഹാർട്ടൊക്കെ ഇടിക്കുന്നു, അയ്യോ ഞാൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് നമ്മളൊന്ന് വെറുതെ ഒന്ന് ഇരുന്നിട്ട് നമ്മളൊന്ന് ബ്രീത്തിങ് ഇങ്ങനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. വെറുതെ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്ന് മൂക്കിക്കൂടെ ശ്വാസം കയറി ഇറങ്ങുന്ന ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മളൊന്ന് റിലാക്സ് ആവും. എല്ലാവരും ഹാപ്പിയാണോ? റിലാക്സ്ഡ് ആണോ? എനർജറ്റിക് ആണോ? വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്ത നമ്മുടെ കാര്യം. അപ്പം നമ്മള് ഫുഡ് ഹാബിറ്റ്സ്, അതേപോലെ നല്ല നല്ല ശീലങ്ങള് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇനി എന്തൊക്കെയാ ശീലങ്ങളും, എങ്ങനെയാണ് നമുക്ക് ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മാർക്കാണോ വലുത് അതോ ഹെൽത്ത് ആണോ വലുത്? അപ്പൊ മാർക്കുണ്ടെങ്കിലല്ലേ നല്ല പോലെ വലുതായിട്ട് നല്ല ജോലി കിട്ടത്തുള്ളൂ. എന്നാലല്ലേ നമുക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടത്തുള്ളൂ. എന്നാലല്ലേ നമുക്ക് നല്ല കാശ് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ല ഫുഡ് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് നല്ല പോലെ ഹൈജീനിക് ആയിട്ടൊക്കെ ഇരുന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാലല്ലേ ഉള്ളൂ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാർക്കാണോ വലുത്, ഹെൽത്ത് ആണോ വലുത്? അപ്പൊ ഹെൽത്ത് വേണ്ടേ? രണ്ടും വേണം. അത് തന്നെ, രണ്ടും വേണം. അതാരാ പറഞ്ഞ രണ്ടും വേണമെന്ന്? രണ്ടും വേണം. വെരി ഗുഡ്. അപ്പം മാർക്ക് പോലെ തന്നെ, അതായത് ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തും. അപ്പൊ ഹെൽത്ത് എന്ന് വെച്ചാൽ എന്നാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആരോഗ്യമാണ്. അത് എങ്ങനെയുള്ള ഒരാളെ നമ്മൾ ആരോഗ്യമുള്ള ആൾ എന്നൊക്കെ പറയുന്നത്? എങ്ങനെയുള്ള ആളെ? ആപ്പിൾ പോലെ ഇരിക്കുന്ന ആളെയാണോ നമ്മൾ ഹെൽത്തിയാന്ന് പറയുന്നത്? എങ്ങനെയുള്ള ആളെ നമ്മൾ ഹെൽത്തിയാന്ന് പറയുന്നത്? ഒരാള് നല്ല മസിലുള്ള ആളോ? രോഗമില്ലാത്ത അവസ്ഥ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? വെരി ഗുഡ് ആണ് കേട്ടോ. രോഗമില്ലാത്ത അവസ്ഥയും ഹെൽത്തി തന്നെയാണ്. പക്ഷേ രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്തി എന്ന് പറയാൻ പറ്റുന്നേ. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ട്. വലിയ ചക്കയായിട്ട് ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ട്. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ആൻഡ് മെന്റൽ ആൻഡ് വെൽബീങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ട്. നമ്മുടെ രോഗം വരാതിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡും നല്ല ഹെൽത്തി ആയിരിക്കണം. നമ്മുടെ സമൂഹമായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ നല്ല ഹെൽത്തി ആണ് എന്ന് പറയാൻ പറ്റുന്നത്. കേട്ടോ? അപ്പൊ എന്നാ ഹെൽത്തിനകത്ത് കുറച്ച് 3 കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നൊക്കെയാ അത്? പറയാത്തില്ല. അയ്യോ, അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയത് 3 കാര്യങ്ങൾ. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് എന്നൊക്കെ 3 കാര്യങ്ങൾ ഞാനിപ്പോ പറഞ്ഞു വിട്ടേന്ന് ഓർക്കുന്നുണ്ടോ? വെരി ഗുഡ്. സോഷ്യൽ, മെന്റൽ. വെരി ഗുഡ്. അതാരാ പറഞ്ഞേ 3 കാര്യങ്ങള്? ഒരെണ്ണം പറഞ്ഞോളൂ, കുഴപ്പമില്ല. ബാക്കി 2 കാര്യങ്ങൾ എന്നൊക്കെയായിരുന്നു? ഫിസിക്കൽ, സോഷ്യൽ വെൽബീങ്. ഇതാരാ പറഞ്ഞേ? നീ പറഞ്ഞായിരുന്നോ? നീ പറഞ്ഞ പോലെ കേട്ടു. നീ പറഞ്ഞായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. ഫിസിക്കലും മെന്റലും സോഷ്യൽ വെൽബീങ്ങും കൂടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റുന്നത്. കണ്ടോ? ഹെൽത്തിന് വരുന്ന 3 കാര്യങ്ങളാ. ഫിസിക്കൽ, എക്സസൈസ്.
പിന്നെ മെന്റലി നല്ല കൂളായിട്ട് നല്ല കാമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം നമ്മുടെ മൈൻഡും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സമൂഹമൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണം കേട്ടോ. അതൊക്കെ കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ നോക്കാവേ. മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. മെന്റൽ എന്ന് പറഞ്ഞാൽ എന്നാ? ബുദ്ധിയിലല്ല, മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, മൈൻഡ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, അതൊക്കെയാണ്. ഫിസിക്കൽ എന്ന് പറഞ്ഞാലോ? ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ശാരീരികം അത് തന്നെ. അപ്പൊ ശാരീരികം നീ തെരഞ്ഞെടു, നീ എന്റെ റബ്ബറെല്ലാം തീർക്കുമല്ലോടാ. അപ്പൊ ശാരീരികം നമ്മൾ ഫിസിക്കലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, മിടുക്കനാട്ടോ. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും അല്ലേ. പിന്നെ ഹൈജീൻ. അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ എന്ത് വേണം? ഹൈജീൻ. ഹൈജീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈജീൻ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഹൈജീൻ എന്ന് പറയുന്ന വാക്ക് വന്നത്. അപ്പൊ ഗോഡസ് ഓഫ് ഹെൽത്ത് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഹൈജീൻ എന്ന് പറയാം. നമ്മൾ ഈ പേഴ്സണൽ ഹൈജീനിനകത്ത് നമുക്ക് വരുന്നത് എന്താ? നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ കുളിക്കുക, നനയ്ക്കുക, നഖം വെട്ടുക, പല്ല് തേക്കുക, അങ്ങനെ വൃത്തിയാകാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഹൈജീൻ, പേഴ്സണൽ ഹൈജീനിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്ന് പറയാം. അപ്പൊ വൃത്തിയായിട്ട് സൂക്ഷിച്ച് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാവോ? വൃത്തി, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് എന്തൊക്കെയൊക്കെ ഗുണങ്ങൾ? പിന്നെ അസുഖങ്ങൾ പച്ചാണോ പറഞ്ഞേ? നീ അല്ലേ പറഞ്ഞേ? പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാം, നല്ല പോലെ പഠിക്കാൻ പറ്റും, നല്ല സ്കിന്നിനൊക്കെ നല്ല ഹെൽത്ത് കിട്ടും, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചീത്ത മണമൊക്കെ പോകും. നല്ല ഹൈജീൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചീത്ത മണമൊക്കെ പോകും. പിന്നെ നല്ല മസിലൊക്കെ നല്ല ബിൽഡ് ചെയ്യാൻ പറ്റും, നല്ല ഹെൽത്തി ആയിട്ട് നല്ല പേഴ്സണൽ ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ബോയ്സിനൊക്കെ വേണ്ട ഇത്ര വലിയ മസിലൊക്കെ, 6 pack ഒക്കെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതൊക്കെ ഉണ്ടാകണമെങ്കിൽ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ലൈഫ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ശീലം വന്നാലേ ഉള്ളൂ വലുതാകുമ്പോൾ നല്ല 6 pack ബോഡിയൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കും. പനിയൊക്കെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. പനി പിടിക്കുന്ന എപ്പോഴാ? ആരോഗ്യം ഇല്ലാത്തപ്പം അല്ലേ? രോഗമൊക്കെ വരുന്ന എപ്പോഴാ? ഹൈജീൻ ഇല്ലാത്തപ്പോൾ, വൃത്തി ഇല്ലാത്തപ്പം. നമ്മൾ വല്ലോ ഈ നിലത്തൊക്കെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ മണ്ണിനകത്തൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി ഫുഡ് കഴിക്കുമോ കൈയൊന്നും കഴുകാതെ? അപ്പോഴാണ് എന്ത് പറ്റുന്നത്? രോഗങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഹൈജീൻ കൊണ്ടുള്ള ഉപകാരങ്ങൾ. ഇനിയിപ്പം ഹൈജീൻ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് നടക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയാവോ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. വെരി ഗുഡ്. നീ എന്താ വൃത്തിയായിട്ടിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ? വൃത്തിയായിട്ടിരിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്താൽ നമ്മൾ വൃത്തിയാവുന്നേ? എന്നായിരുന്നു? അത് തന്നെ. ഇനി മോളൊരു കാര്യം പറഞ്ഞേ. എന്താ വൃത്തിയായിട്ടിരിക്കാൻ നമ്മൾ എന്നാ ചെയ്യണ്ടേ? കൈ കഴുകണം, കുളിക്കണം. വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ നമ്മള് ഡെയിലി നമ്മൾ കുളിക്കണം. നമ്മൾ നല്ല ചൂടുള്ള സമയത്താണ്, നല്ലപോലെ വേർക്കുന്ന സമയത്താണെങ്കിൽ 2 നേരമൊക്കെ കുളിക്കാം. ഇനിയിപ്പം നല്ല തണുപ്പുള്ള സമയം, വിന്റർ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം ആണെങ്കിലും കുളിച്ചാലും മതി. അപ്പം ചെറിയ ചൂടുള്ള വെള്ളത്തിലൊക്കെ കുളിക്കാം. പിന്നെ നമ്മൾ ഈ എല്ലാ ദിവസവും കുളിക്കണം, അത് മസ്റ്റാണ് കേട്ടോ. എല്ലാ ദിവസവും കുളിക്കണം. കുളിച്ചിട്ടാണോ രാവിലെ വരുന്നത് സ്കൂളിലേക്ക്? വെരി ഗുഡ്. അപ്പം എന്നിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും, നമ്മുടെ ഈ കക്ഷവും നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് താഴെ എല്ലാം നമ്മളാണെന്നെങ്കിൽ പ്രൈവറ്റ് പാർട്സും എല്ലാം നല്ല വൃത്തിക്ക് കഴുകണം. അവിടെ എല്ലാം നല്ല കൈയൊക്കെ ഇട്ട് സോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകണം. അല്ലെങ്കിൽ അവിടെയൊക്കെ എല്ലാം അണുക്കളൊക്കെ വന്നിരിക്കും, എന്നിട്ട് രോഗങ്ങളൊക്കെ വരും. അപ്പം ഡെയിലി നമ്മൾ കുളിക്കണം കേട്ടോ. ഡെയിലി കുളിക്കണം.
സോപ്പ് ഇട്ട് കുളിക്കണം. പിന്നെ സ്കിൻ കെയർ. സ്കിന്ന് ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ നമ്മുടെ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി ഏതാ? സ്കിന്ന്. അപ്പോൾ സ്കിന്നിന് നമ്മൾ എന്തൊക്കെ, സ്കിന്നിന് പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്കിന്നിന് വളരെ വലിയൊരു റോളുണ്ട്. നമ്മുടെ സ്വെറ്റ് വഴി നമ്മുടെ ബോഡിയിലെ അണുക്കളും ഈ ഡേർട്ടെല്ലാം നമ്മുടെ ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കുളിക്കാതെ നനയ്ക്കാതെ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോഡിയിലുള്ള ഈ സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ ബ്ലോക്ക് ആവും. എന്നിട്ട് അവിടെയെല്ലാം ഇൻഫെക്ഷൻ വരും. അപ്പം നമ്മൾ ഈ പറയുന്ന സ്കിന്ന് നമ്മൾ അതേപോലെ തന്നെ കെയർ ചെയ്യണം. കുളിക്കുന്ന സമയത്തൊക്കെ ഈ സ്കിന്നൊക്കെ നല്ല രീതിയിൽ നല്ലപോലെ വൃത്തിയായിട്ട് തേച്ച് വരച്ച് കഴുകണം. പിന്നെ സോപ്പും വെള്ളവും നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെ ആയിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ നല്ല മുടിക്കകത്തോ ഇതൊക്കെ ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തൊക്കെ ഇങ്ങനെ ചെളിയും എല്ലാം കയറിയിരിക്കും. പെണ്ണുങ്ങളിലൊക്കെ കുട്ടികളിലൊക്കെ കുറച്ച് കൂടുതൽ കാണപ്പെടുന്നതാണ് ഈ പേനും കാര്യങ്ങളും ഒക്കെ കൂടുതൽ വരാനുള്ള. അത് തന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മിനിമം ഷാമ്പു ഇട്ട് തല കഴുകണം കേട്ടോ. ഷാമ്പു ഇട്ട് ഷാമ്പു ഇട്ട് തല കഴുകുമോ? മെടുക്കനാണേ. അപ്പം അങ്ങനെ ഷാമ്പു ഒക്കെ ഇട്ട് തല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തലയിലൊക്കെ വരുന്ന അസുഖങ്ങൾ, ഇത് ഈ ഡാൻഡ്രഫ് ഇല്ലേ, താരന് അതുപോലെ പേനൊക്കെ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. പിന്നെ നഖം വെട്ടണം. എല്ലായിട്ട് നഖം ഒന്ന് കാണിച്ചേ, നഖം ഒന്ന് കാണട്ടെ. ആഹാ, വെട്ടി നല്ല വൃത്തിയായിട്ടുണ്ടല്ലോ. നഖം കാണിച്ചേ. വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവരുടെയും നല്ല അടിപൊളി നഖമാണല്ലോ. അവിടെ നോക്കട്ടെ, കൊച്ചിൻ്റെ നഖം ഒന്ന് കാണിച്ചേ. ഇച്ചിരി ഒക്കെ ചെളി ഉണ്ടല്ലോ, ഇത് കണ്ടോ? ഈ നഖം വെട്ടണം കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം എല്ലാവരും ഒക്കെ തന്നെ നഖമൊക്കെ വെട്ടിയിട്ടാ വരുന്നത്, മിടുക്കരാണ്. അപ്പം നഖം വെട്ടണം. നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നഖമൊക്കെ കുറച്ചൊക്കെ ഒരു നനഞ്ഞ് ഇതൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞുള്ള സമയത്ത് നമ്മൾ നഖം വെട്ടിയിട്ട് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഈ കണകുണാന്നങ്ങ് വെട്ടിയാൽ പോരാ. ഇത് കണ്ടോ, ഈ ചേട്ടന് വെട്ടാൻ അറിയത്തില്ല, അതുകൊണ്ട് ആ നഖം ഇരിക്കുന്നത് കണ്ടോ. അതുപോലെയല്ല നമ്മൾ വെട്ടണം, നല്ല നല്ല ഷേപ്പിൽ വെട്ടണം. ഈ അവിടെ ഇവിടെ എല്ലാം കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും ചൊറിയുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ മുറിഞ്ഞു വരും. അപ്പം നല്ല ഷേപ്പിൽ അതുപോലെ വേണം നഖം വെട്ടാൻ. പിന്നെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക്. ഹാൻഡ് വാഷിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെയാ ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? സോപ്പിട്ട് കൈ കഴുകണം. സോപ്പിട്ട് കൈ കഴുകുന്നത് എങ്ങനെയാ? അത് ശരി, എല്ലാവർക്കും അറിയാമല്ലോ. ഒരാൾ വന്ന് കാണിക്കാവോ ഇവിടെ? അങ്ങോട്ട് എല്ലാരും കാണുന്ന പോലെ നിന്നോ. ഇങ്ങനെ. പക്ഷെ ഒരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ എല്ലാ ഇപ്പൊ ഇങ്ങനെ കഴിക്കപ്പോ എല്ലായിടും വൃത്തിയായോ? അപ്പൊ ഇതിന്റെ ഇവിടെ എല്ലാം ചെളി ഇരിക്കുന്നു കേട്ടോ. ഇവിടെ 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 ഇവിടെ. പിന്നെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മിടുക്കനാണ്. നീ കൊച്ചൊന്ന് കാണിച്ചേ. എന്നാ നീ കൈ കഴുകാനും നിനക്കൊരു സമ്മാനം. പക്ഷെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കണേ. കാണിച്ചേ. പിന്നെ പിന്നെ ഇനി ഇതാണ്ട് ഈ ഇടയ്ക്കോട്ടൊക്കെ ചെളി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ ഇതേണ്ടേ ഇവിടെ ചെളി ഇരിക്കുന്നുണ്ട്, അത് പോയില്ല. വെരി ഗുഡ്, മിടുക്കനാണ് കേട്ടോ. പക്ഷെ അത്രയും ചെളിയൊക്കെ പോയില്ലേ? അത്രയും ചെളിയൊക്കെ പോയതുകൊണ്ട് എന്നാ ഞാൻ വേറൊരാൾ വരാമോ? വാ. ഇങ്ങനെ ഓരോന്ന് കഴുകാനാണ് എത്ര നേരം എടുക്കും? നീ കഴുകു മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇത് കുറച്ച് അഡ്വാൻസ്ഡ് മോഡിഫൈഡ് ടെക്നിക്കാണ്. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ ചെളി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. അപ്പം നമുക്ക് കൈ കഴുകുന്നതിന് ഒരു പ്രത്യേക ടെക്നിക്കുണ്ട്. നമ്മൾ കൈ കഴുകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ എല്ലാ ഭാഗത്തുള്ള ചെളിയും പോകണം. അപ്പം നമ്മൾ ഓരോ ഭാഗവും എടുത്തെടുത്ത് വേണം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഒരാൾ എൻ്റെ കൂടെ വരണേ. ആരാ വരുന്നേ? എന്നാ ബാ. അപ്പം എൻ്റെ കൂടെയാണ് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച കൈ കഴുകാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും നമ്മളെ നോക്കുന്നേ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് സോപ്പ് എടുത്തു. ഇതിനകത്ത് ഇച്ചിരി ഹാൻഡ് വാഷ് എടുത്തോ. ഇച്ചിരി ഹാൻഡ് വാഷ്. ഓക്കെ. അപ്പം രണ്ട് കൈയും നല്ല പോലെ
കൂട്ടിയിട്ട് ഉരച്ച് ഇച്ചിരി വെള്ളം കൂടെ കൂട്ടിയിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൈ കഴുകണം കേട്ടോ. വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഹാൻഡ് വാഷ് എടുത്ത് കയ്യിൽ ഇച്ചിരി സോപ്പ് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പതപ്പിക്കണം. കണ്ടോ പതപ്പിക്കുന്ന കണ്ടോ? അപ്പൊ രണ്ട് സ്ഥലത്ത് ഇപ്പൊ നല്ലപോലെ പദം വന്നിട്ടുണ്ട്. ഇനി ഈ കൈ ഇങ്ങനെ മലത്തി വെച്ച് വലത്ത് കൈ ഇടത് കൈയുടെ മേളി വെക്കണം. എല്ലാവരും ചെയ്യണേ, എല്ലാവരും ചെയ്തോ. മേളിലേക്ക് വെച്ചിട്ട് കഴുകണം. പിന്നെ ഇനി ഇപ്പുറത്തെ കൈ, ഇനി ഈ കൈയുടെ മേള് ഭാഗത്ത് ഇവിടെ മാത്രമേ പോയുള്ളൂ. ഇനി ഈ കൈ താഴെ വെച്ച് ഈ കൈ മേളിൽ വെച്ച് കമത്തി വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. എല്ലാവരും ചെയ്യണേ. അപ്പൊ ഈ കൈ എന്തൊക്കെ ചെയ്ത് നമ്മളിപ്പം രണ്ട് കൈ ഇങ്ങനെ കഴുകി കമത്തി വെച്ചിട്ട് മേള് കഴുകി ഇപ്പുറത്തെ കൈ കൊണ്ട് ഇവിടെ കഴുകി. കണ്ടോ അവര് കാണിക്കുന്നുണ്ടോ? പിന്നെ ഇതേപോലെ തന്നെ ഈ കൈയിന്റെ ഇടയ്ക്കോട്ട് കയറ്റണം, ഇവിടവും കഴുകണം. അപ്പൊ ഈ രണ്ട് ഭാഗത്തെ ഇടഭാഗത്തെ എല്ലാം പോയി കിട്ടും കേട്ടോ. ഇനിയിപ്പം ഈ കൈ ഇതിന്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കഴുകണം. അപ്പൊ ഇവിടെ എല്ലാം നല്ലപോലെ വൃത്തിയാവും. ഈ ഭാഗം അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ നല്ലപോലെ കഴുകണം. അതുപോലെ തന്നെ ഈ ഭാഗത്തെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നല്ലപോലെ കഴുകണം. പിന്നെ നമ്മുടെ നഖത്തിന്റെ ഇടയ്ക്കൊക്കെ ചെളിയിരിക്കുന്നുണ്ട് അല്ലേ, അത് നമ്മൾ ഇങ്ങനെ കൈ ഉള്ളിലേക്ക് നമ്മുടെ ഈ പാമ്പിന്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഇട്ട് കഴുകണം. സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഇപ്പൊ പതഞ്ഞോണ്ടിരിക്കുക അല്ലേ? എല്ലാരും സോപ്പ് ഇട്ടില്ലായിരുന്നു ഇപ്പോ? അപ്പൊ നല്ലപോലെ പതഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ ഈ കയ്യിലെ നഖത്തിന്റെ ഇടയ്ക്കത്തെ മാത്രമേ പോയുള്ളൂ. മറ്റേ കൈക്ക് എന്ത് ചെയ്യണ്ടേ? മറ്റേ കൈ അതുപോലെ തന്നെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ടങ്ങ് ഉരച്ചിട്ട് അങ്ങ് ചെളിയൊക്കെ പോട്ടെ. പിന്നെ ഇനി ഇപ്പൊ നമുക്കിനി ഇവിടെ ഇച്ചിരി ചെളിയിരിപ്പുണ്ട്. ഇവിടെ ഭാഗത്ത് ചെളിയിരിപ്പുണ്ട്. എന്നാ ചെയ്യുന്നേ? അങ്ങനെ ഇട്ട് കഴുകണം. ഈ ഭാഗവും കഴുകണം. എല്ലാവരുടെയും ചെളി പോയോ? കയ്യിൽ എല്ലാവരുടെയും ചെളി പോയോ? ഒന്നുകൂടെ ഒന്ന് കളഞ്ഞു, ഒന്നും കൂടെ ആദ്യം തൊട്ട്. അത് നമ്മൾ കയ്യിൽ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൈ ഒന്ന് നനച്ചു, ഇച്ചിരി ഹാൻഡ് വാഷ് ഇട്ടു. എന്നിട്ട് രണ്ട് കൈയും കൂട്ടി ഉരച്ചു. നല്ലപോലെ പത വന്നു കേട്ടോ. ഇനിയിപ്പോ എന്നാ ചെയ്യണ്ടേ? മലത്തിയിട്ട് ഒരു കൈ മലത്തിയിട്ട് മുകളിലത്തെ കൈ ഈ സൈഡിലെ ചെളി പോയി. മറ്റേ കൈ മേളി വെച്ചോ. മറ്റേ കൈയുടെ മുകളിലത്തെ ചെളി പോയി. പിന്നെ ഈ ഇടത്ത് ഭാഗത്ത് ഇവിടെ ഈ ഇടഭാഗത്ത് ഉണ്ടായിരുന്നേ, ഈ ഇടഭാഗത്തെ ചെളി പോയി. പിന്നെ നമ്മുടെ ഇവിടെ ആയിട്ട് കുറച്ച് ചെളി ഇരിപ്പുണ്ടേ, അതും ഇങ്ങനെ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ കോർത്ത് വെക്കത്തില്ലേ, അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകി രണ്ട് കൈയുടെ അതുപോലെ കഴുകി. നഖത്തിന്റെ ഇടയ്ക്കത്തെ ചെളിയും പോയി, ഇവിടുത്തെ ചെളി പോയി. അയ്യോ എല്ലാവരുടെയും കൈയൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നു. വെരി ഗുഡ്. നല്ലോണം കഴുകില്ല എല്ലാവരും? വെരി ഗുഡ്. നല്ല സോപ്പിന്റെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വരുന്നു. വെരി ഗുഡ്. എല്ലാവരും നല്ല സൂപ്പറായിട്ട് കൈ കഴുകി കേട്ടോ. ഇനി ഇപ്പം നമുക്ക് കൈയും ഇത് നമ്മൾ കുളിച്ചു എല്ലാം ഇതായി. നമ്മുടെ ചെവിയും ഈ കണ്ണും മൂക്കും ഒക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ ഈ കണ്ണില് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും തന്നെ കണ്ണിൽ കുറച്ച് സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാം. അപ്പം അവിടെ അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ എന്നല്ല, അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിൽ ഇൻഫെക്ഷൻ വരും. അത് തന്നെ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മുഖം കഴുകണം. മുഖം കഴുകുമ്പോഴത്തേക്കും കണ്ണിൽ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കഴുകണം. ഇതിപ്പം പിന്നെ ഈ ചെവിക്കകത്തൊക്കെ ചെളിയിരിക്കുന്നുണ്ട്. ചെവിയൊക്കെ പക്ഷെ നമ്മൾ അധികം അങ്ങോട്ട് ഉപയോഗിക്കണ്ട. അത് നമ്മുടെ ചെവി ഉള്ളിലേക്കൊക്കെ കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഡ്രമ്മിനൊക്കെ ചീത്തയാവും. അപ്പൊ ഈ പുറം ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർ ബഡ്സ് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. ഇയർ വാക്സ് ആണ് നമ്മുടെ ചെവിക്കകത്തുണ്ടാകുന്നത്. അപ്പൊ നമ്മൾ കുറെ വാക്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വിദഗ്ധന്റെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അവർ ആ വാക്സ് ഒക്കെ ഒന്ന് ഉരുക്കി കളയും. അധികം വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. സാധാരണ രീതി നമുക്കിങ്ങനെ പുറം ഭാഗത്തെയൊക്കെ ചെളിയൊക്കെ ഇങ്ങനെ ഒന്ന് കഴുകി കളയാം. ചെറുതായിട്ട് പുറം ഭാഗത്തെയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബഡ്സ് ഒക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ അടുത്തിരിക്കുന്ന കൊച്ചു കൂട്ടുകാരുടെ ചെറിയ പോയിട്ട് ഇങ്ങനെ കൂവോ, ഒച്ച കാറുവോ? ചെയ്യാറുണ്ടോ ആരേലും? അടി വാങ്ങുവേ. അപ്പൊ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മൾ ഒത്തിരി ഒച്ചയില് നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ ചെവിയിൽ പോയിട്ട് ഒത്തിരി ഒച്ചയിൽ ഇങ്ങനെ കടന്ന് കൂവൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഇയർ ഡ്രം, അവരുടെ ഈ ഇതിനകത്ത് ഒരു ചെറിയ പാലം പോലെ ഒരു സാധനം ഉണ്ട്, അതുപോലെ പോവും. അത് തന്നെ. അപ്പൊ അങ്ങനെ ഒത്തിരി ഒച്ചയിൽ നമ്മൾ ആരുടെയും ചെവിയിൽ പോയിട്ട് കാറാൻ പാടില്ല. ഒത്തിരി ഒച്ചയിൽ നമ്മൾ പാട്ടോ അങ്ങനെ ഒന്നും
കേൾക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ചെവിയൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകണം. അപ്പോൾ നല്ല തണുപ്പും ഒക്കെ നമ്മുടെ ചെവിക്കകത്തൊക്കെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ ഇൻഫെക്ഷനൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ ചെവിയും കാര്യമായിട്ട് നോക്കേണ്ടത്. മൂക്കിനകത്തും ഇതേപോലെ തന്നെ കുറച്ച് കട്ടയൊക്കെ ആയിട്ട് കുറച്ച് സെക്രീഷൻസ് ഒക്കെ വരാറുണ്ട്. കുളിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം ജലദോഷക്കാരണ്ടൊക്കെ മൂക്കൊക്കെ വലിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മൂക്കൊക്കെ നമ്മൾ നല്ലപോലെ ചീറ്റി ക്ലീൻ ആക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന മൂക്കിനകത്ത് കിള്ളി ഇങ്ങനെ ക്ലീൻ ആക്കുകയല്ല വേണ്ടത്. നമ്മൾ ചീറ്റാറുണ്ട്. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് മുഖമൊക്കെ കഴുകുന്ന സമയത്ത് ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കി സൂക്ഷിക്കണം. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോയിട്ടല്ല, നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കിള്ളിക്കൊണ്ടിരുന്നിട്ടല്ല നമ്മൾ ക്ലീൻ ആക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന മൂക്കും കണ്ണും. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ പല്ല് തേക്കേണ്ടത്. പല്ല് എന്തിനൊക്കെയാണ് പല്ല് ഉപകാരപ്പെടുന്നതെന്ന് അറിയാവോ? ആരെങ്കിലും പറയാവോ? എന്നെ പറഞ്ഞേ. ചിരിക്കാൻ വേണം അല്ലേ? കഴിക്കാൻ വേണം അല്ലേ? അത് തന്നെ, കഴിക്കാൻ വേണം. പിന്നെ എന്തിനാ വേണ്ടേ? പല്ല് എന്തിനാ? പല്ല് തേക്കണം. പല്ല് തേച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പൊ പല്ല് എന്തിനാ ഉപയോഗിക്കുന്നത്? പല്ല് നല്ല കണ്ടോ, ഈ സുന്ദരിയായ ചേച്ചിനെ കണ്ടോ? ആ ചേച്ചിയുടെ പല്ലുണ്ട് നല്ല വെട്ടി തിളങ്ങുന്നേ. ചേച്ചിക്ക് ആ ഒരു കിരീടമൊക്കെ കിട്ടി നല്ല അടിപൊളി പല്ലൊക്കെ ഉണ്ടായിട്ടാ. കണ്ടോ, നല്ല സുന്ദരമായിട്ടുള്ള ചിരി വേണമെന്നുണ്ടെങ്കിൽ, കേടൊന്നും ഇല്ലാത്ത പല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പം പല്ലുകളുടെ പ്രാധാന്യം നമുക്ക് ആഹാരം നല്ല പോലെ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കഴിക്കണം, ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ്, അത് കുടിക്കണം, ഇത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇതിനെല്ലാം പല്ല് അത്യാവശ്യമാണ്. അപ്പം പല്ല് നമുക്ക് ഫുഡ് നല്ലപോലെ ചവച്ചരച്ച് കഴിക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരു 90% നമ്മുടെ വായിക്കകത്ത് തന്നെയാണ് ഡൈജഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡിന്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറി ചെല്ലും. അപ്പൊ നല്ല ഒരു സൗന്ദര്യം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സൗന്ദര്യത്തിന്, നല്ല ആത്മവിശ്വാസം, നല്ല കോൺഫിഡൻസ്, നല്ല ഈ ഫ്രണ്ടിലത്തെ പല്ല് എല്ലാവരുടെ പല്ലെന്ന് കാണിച്ചേ. എനിക്ക് വലിയൊരു കയറി പിടിച്ചല്ലോ. മിടുക്കര് പല്ലാണ്. നല്ല പല്ലാണ് എല്ലാവരുടെയും. കൊച്ചിന്റെ പല്ലെന്ന് കാണിച്ചു, കൊച്ചിന്റെ പല്ലെന്ന് കാണിച്ചേ. പല്ലെന്തേ? ഇത് വായിക്കകത്ത് വെക്കരുത് കേട്ടോ, ഇത് വായിക്കകത്ത് വെക്കല്ലേ. പല്ല് കാണിച്ചേ. വെരി ഗുഡ്, നല്ല പല്ലാണല്ലോ. പല്ല് കാണിച്ചേ, പല്ല്. അപ്പൊ നമ്മൾ എന്തിന്റെ കാര്യമാണ് പറയുന്നേ? പല്ലിന്റെ കാര്യം. പല്ല് തേക്കണം, പല്ല് തേച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പൊ ഈ ചേട്ടന് ഒരു കാര്യം മിസ്സിംഗ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചേ. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ പറഞ്ഞേ? വേറെ ഒരു കാര്യം കൂടെ മിസ്സിങ്, അതും കൂടെ ഒന്ന് കണ്ടുപിടിച്ചേ. ആ ചേട്ടന് ഒരു കാര്യം കൂടെ ഇല്ല. ആ ചേട്ടന് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെ കണ്ടോ, ആ ചേട്ടന് ഒരു പിരിക ഇല്ല. പക്ഷെ നമ്മളെല്ലാരും ആദ്യം കണ്ടത് എന്നതാ? അത് തന്നെ, ആ ചേട്ടന് പല്ലില്ലാഞ്ഞതാ നമ്മൾ ആദ്യം കണ്ടത്. കണ്ടോ, അതന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര അധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പല്ല്. കണ്ടോ, ആ ചേട്ടൻ ആ ഒരു പിരിക ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ ആദ്യം കണ്ടത് ആ പല്ല. അതാണ് നമ്മുടെ പല്ലിന്റെ ഇമ്പോർട്ടൻറ്റ്. പല്ലിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയാവോ? പല്ലിന്റെ ഭാഗങ്ങള് പല്ലിന് 3 ഭാഗങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? മോണ അതിന്റെ ഒരു ഭാഗം, പല്ലിന്റെ ആ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ പല്ലിന്റെ വേറെ ഭാഗങ്ങള്, നമ്മൾ ഈ പുറത്ത് കാണുന്നത് മാത്രമല്ല പല്ല്. പല്ലിന് അത് തന്നെ. പല്ലിന് 3 ഭാഗങ്ങളുണ്ട്. പല്ലിന്റെ നമ്മൾ പുറത്ത് കാണുന്ന ഭാഗമാണ് ക്രൗൺ പോർഷൻ. പിന്നെ പല്ലിങ്ങനെ പിടിച്ചിരിക്കണ്ടേ? ഈ ചെടിയൊക്കെ ഈ മണ്ണിലൊക്കെ പിടിച്ചിരിക്കുന്നത് എങ്ങനെയാ? വേരുണ്ടായിട്ടാണ് ആ പല്ലൊക്കെ ആ ചെടിയൊക്കെ അവിടെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പല്ലിനും എന്തുണ്ട്? വേരുണ്ട്. പല്ലിന്റെ ഒരു പോർഷനാണ്, പല്ലിന്റെ ക്രൗൺ പോർഷൻ ഉണ്ട്. പല്ല് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂട്ട് പോർഷൻ ഉണ്ട്. ഈ
പല്ലിന്റെയും മോണയുടെയും പല്ലിന്റെയും ക്രൗണിന്റെയും വേരിന്റെ ഇടയ്ക്കത്തെ ഭാഗത്തിന് ഈ ഭാഗത്തിന് പേരുണ്ട് നമ്മുടെ ഇതിന്റെ പേരുണ്ട് കൈറ്റ്. നെക്കുണ്ട്, ഒരു നെക്ക് പോർഷൻ ഉണ്ട് കേട്ടോ. നെക്കുണ്ട്, പല്ലിന് 3 പോർഷൻ ആണ് ഉള്ളത്: ക്രൗണ്, നെക്ക്, റൂട്ട്. അപ്പം പല്ല് 3 സ്റ്റേജസ് ആണുള്ളത്. അപ്പൊ കൊച്ചു പിള്ളേരിൽ, കുഞ്ഞു പ്രായങ്ങളിൽ 6 വയസ്സുള്ള പ്രായമുള്ള പല്ലുകൾ, 6 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് പൊഴിഞ്ഞു പോകുന്ന പല്ല. ഇനിയിപ്പൊ അഥവാ അതിന് കേട് വന്നാൽ തന്നെ അത് പോയിട്ട് വേറൊരു പല്ല് വന്നോളും കേട്ടോ, 6 വയസ്സ് വരെ. പക്ഷെ 6 വയസ്സ് തൊട്ട് നമുക്ക് ഒരിക്കലും പോകത്തില്ലാത്ത അവിടെ തന്നെ ഇരിക്കുന്ന പല്ല് വരാൻ തുടങ്ങും. ആദ്യമായിട്ട് ഇവിടെ അണപ്പല്ല് ആദ്യം വരുന്നേ 6-ാം വയസ്സില് ഒരു പുതിയൊരു അണപ്പല്ല് വരും. അപ്പൊ ഈ പാൽപ്പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോകുന്ന പല്ലിന്റെ കൂടെ പയ്യെ ഇവനിങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും എല്ലാരും എന്നെ വിചാരിക്കും, ഓ ഇതും പോകാനുള്ള പല്ലല്ലേ, ഇതും പോകാനുള്ള പല്ലല്ലേ എന്ന് വെച്ചിട്ട് അതിനെ ആരും മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അതിന് പയ്യെ കേട് വരും. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ആ 6-ാം വയസ്സിൽ കിളിർത്ത് വന്ന ആ പെർമനന്റ് ആയിട്ടുള്ള പല്ലിന് കേടുവരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ആ വരുന്ന പല്ലുകളെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് അറിയാവോ? 6-ാം വയസ്സ് വന്ന ആ പാവം പല്ലിനെ നമ്മൾ ശ്രദ്ധിക്കാതെ അതിന് കേടുവരും. പിന്നെ 6 വയസ്സ് തൊട്ട് 12 വയസ്സുള്ള സമയത്ത് പൊഴിഞ്ഞു പോകുന്ന പല്ലുണ്ട്, അതേപോലെ തന്നെ പൊഴിഞ്ഞു പോകത്തില്ലാത്ത, ഒരിക്കലും പോകത്തില്ലാത്ത പല്ലുണ്ട്. അത് രണ്ടും കൂടെ ഉള്ള ഒരു സെറ്റാണ് അടുത്ത് വരുന്ന സെറ്റ് കേട്ടോ. അതിനെയാണ് സമ്മിശ്ര ദന്തങ്ങൾ, മിക്സ്ഡ് ഡെന്റേഷൻ എന്ന് പറയും. പിന്നെ വരുന്നത് ആ പറയുന്ന പോകാനുള്ള പല്ലുകളും കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നല്ല പെർമനന്റ് ആയിട്ടുള്ള, ഒരിക്കലും പോകത്തില്ലാത്ത പല്ലുകൾ വരും. അപ്പൊ ഈ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഈ സമയത്തൊക്കെ ചെറിയ പോകാനുള്ള പല്ലുകളുണ്ട്, പോകത്തില്ലാത്ത പല്ലുകളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന എന്നാ പറ്റും? പോകത്തില്ലാത്ത പല്ലുകൾക്കും കൂടെ കേടുവരും. അപ്പൊ ഈ പാൽപ്പല്ലുകളൊക്കെ ഈ വരാൻ പോകുന്ന പെർമനന്റ് പല്ലുകൾ വരാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതാ ഈ പാൽപ്പല്ലുകള് കേട്ടോ. ആ പാൽപ്പല്ലുകൾ അവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ പ്ലേസിലേക്ക് വരാൻ, ശരിക്കും പോകത്തില്ലാത്ത പല്ലുകള് വന്ന് ഇരിക്കാനായിട്ടുള്ള ഇട കിട്ടത്തുള്ളൂ. നേരത്തെ ഈ പാൽപ്പല്ല് അങ്ങ് പൊഴിഞ്ഞു പോവാണ്, കേട് വന്ന് പറിച്ചു കളഞ്ഞു, പിന്നെ എന്നാ പറ്റും? ആ വരുന്ന പെർമനന്റ് പല്ലിന് വരാൻ ഇടയുണ്ടാവത്തില്ല. എല്ലാവരും ഇങ്ങനെ തിങ്ങിക്കൂടി വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നിനും ഇടയിലായിട്ട് നമ്മൾ പയ്യെ പറിക്കാൻ തുടങ്ങും, വന്ന പല്ലിനെ പോലും പറിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ പാൽ പല്ലുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിക്കേണ്ട പല്ലുകളാണ് കേട്ടോ. പിന്നെ നമുക്ക് പല്ലിന് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? പല്ലിക്കേട്, പിന്നെ എന്നാ? മോണയുടെ രോഗങ്ങൾ. പിന്നെ പല്ലിലെന്നാ പ്രശ്നം വരുന്നതെന്ന് പറയാവോ? പല്ലിൽ വരുന്ന ഒരു രോഗം പറയാവോ? പല്ലിലെന്നാ? പല്ല് വേദന വന്നിട്ടുണ്ടോ? പല്ലിൽ വരുന്ന വേദന അല്ലേ? പല്ലില് വേദന വരുന്ന ഒരു അസുഖമാണ് അല്ലേ? വെരി ഗുഡ്. പിന്നെ മോണയിൽ അസുഖം വരുന്നത് ഒരു രോഗമാണ്. അത് തന്നെ, കറക്റ്റ് സ്ഥലത്ത് വരേണ്ടടുത്ത് പല്ല് വരത്തില്ല, അതൊരു പ്രശ്നമാണ്. പിന്നെ എന്നതാ? വായില് ക്യാൻസർ ഒക്കെ വരും കേട്ടോ, അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ക്യാൻസർ. പിന്നെ ഇതാണ് നമ്മുടെ വായിക്കകത്ത് വരുന്ന കേട്. പല്ലിൽ കേട് വരുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മള് വെരി ഗുഡ്. അങ്ങനെ കൊക്കക്കോളയും അതുപോലെ തന്നെ നമ്മുടെ ആസിഡ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ, നമ്മൾ സ്റ്റിക്കി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കത്തില്ലേ? ബിസ്ക്കറ്റ് നല്ലതല്ല. അപ്പൊ ഈ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ആ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞ് വാ കഴുകാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ബിസ്ക്കറ്റ് കേട്ടോ. ബിസ്ക്കറ്റ് ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാല് ആ ഭാഗത്തേക്ക് പല്ലിൽ അവിടെ ബിസ്ക്കറ്റ് അവിടെ ഇട്ടുന്ന കഴിയുമ്പോഴത്തേക്കും അതവിടെ ആക്ഷൻ ഉണ്ടാക്കി അവിടെ ഒരു ഓക്കെ. എല്ലാരും ഒന്ന് എണീറ്റ്. വെരി ഗുഡ്. എണീറ്റ്. ഓക്കെ, എണീറ്റ്. വലത്ത് കൈ പൊക്കിക്ക്. ആരാണ്ടയുടെ ഒക്കെ ഇടത് കൈ ഒക്കെ പൊങ്ങി വന്നല്ലോ. റൈറ്റ് ഹാൻഡ് പൊക്കിക്കേ. ലെഫ്റ്റ് ഹാൻഡ് പൊക്കിക്കേ. കറങ്ങിക്കേ. ഓ വെരി ഗുഡ്.
നീ എല്ലാരും ഇരുന്നോ, എല്ലാരും ഇരുന്നോ. അപ്പൊ എങ്ങനെയാണ് കേട് വരുന്നത് നോക്കാവേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എനിക്ക് പറഞ്ഞു തരണം. പറയുന്ന ആൾക്ക് ഞാൻ റബ്ബർ തരും. ഓക്കെ. അപ്പം നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ബിസ്ക്കറ്റോ കോളയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വായിക്കകത്ത് ഇങ്ങനെ ഇരിക്കുവോ, നമ്മുടെ വായിക്കകത്ത് ഓൾറെഡി കുറച്ച് ബാക്ടീരിയ, അതായത് ചെറിയ കുഞ്ഞു പുഴുക്കളുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത പുഴുക്കളാണ്. ആ പുഴുക്കൾ വന്നിട്ട് ഈ പറയുന്ന ബിസ്ക്കറ്റും ഈ ചെറിയ കുടിച്ച ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ബാക്കി ഇരിക്കുന്നത് വന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവർ തിന്നും. അവർ ഈ പറയുന്ന ഫുഡ്, ആ ബാക്ടീരിയക്കൊക്കെ ഫുഡ് വേണമായിട്ട് അവരിത് തിന്നും. എന്നിട്ട് ഈ ബാക്ടീരിയ എന്താ ചെയ്യുന്നറിയാവോ, ഈ ഫുഡിൽ ഇവരെ ഇത് കഴിച്ചിട്ട് ആസിഡ് ഉണ്ടാക്കും. ആസിഡ് അത് തന്നെ. ആസിഡ് വന്നിരുന്നു കഴിഞ്ഞാൽ എന്നാ പറ്റും, നമ്മുടെ പല്ലിന്റെ പോഷം പയ്യെ ദ്രവിക്കാൻ തുടങ്ങും. എന്നിട്ട് ആ ഭാഗത്തേക്ക് വീണ്ടും ബാക്ടീരിയ റിയാക്ട് ചെയ്യും. പല്ലിന്റെ ഭാഗം പയ്യെ പൊടിഞ്ഞു പോകാൻ തുടങ്ങും. അങ്ങനെ അവിടെ ഒരു ചെറിയ കുഴിയായിട്ട് വരും, തുളയാകും, കറുത്ത കുഴിയാവും. വീണ്ടും ഫുഡ് കയറിയിരിക്കും, വീണ്ടും ബാക്ടീരിയ വരും. അങ്ങനെയാണ് കേടുണ്ടാകുന്നത്. കേട്ടോ? അപ്പൊ ആർക്കാ പറയാൻ പറ്റുന്നത് കേടെങ്ങനെ ഉണ്ടാവുന്നതെന്ന്? പറ. പിന്നെ അവിടെ ഒരു ആസിഡ് ഉണ്ടാക്കും. അത് തന്നെ. ആ ആസിഡ് വന്ന് ഇരുന്ന് പല്ലിലേക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പല്ല് ദ്രവിപ്പിക്കാൻ തുടങ്ങും. അവിടെ ഒരു കുഴി ഉണ്ടാവും. വീണ്ടും അവിടേക്ക് അടുത്ത ഫുഡ് കയറിയിരിക്കുമ്പോൾ ബാക്ടീരിയ വീണ്ടും ആക്ട് ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആർക്കാ പറയാൻ പറ്റുന്നേ? അന്ന് നീ പറ. എങ്ങനെയാ ഉണ്ടാകുന്നത്? കേടെങ്ങനെയാ ഉണ്ടാകുന്നേ? എല്ലാരും ഇരുന്നേ. ഒരാളെ എഴുന്നേറ്റ്. അവൻ എഴുന്നേറ്റ്. പറ. ഞാൻ പറഞ്ഞ കഥയൊന്ന് പറഞ്ഞേ. എങ്ങനെയാ ഇത് കേട് വരുന്നത് എങ്ങനെയാ? കേട് വരുന്നത് എങ്ങനെയാ? ബിസ്ക്കറ്റ് കഴിച്ചു. നീയാണോ പറയുന്നേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആസിഡ് ഉണ്ടാക്കും. ബാക്ടീരിയ വന്ന് ആസിഡ് ഉണ്ടാക്കി പല്ലിനെ ദ്രവിപ്പിച്ച് അതില് കുഴിയാക്കും. കുഴി എന്നിട്ട് പിന്നെ അവിടെ വീണ്ടും ഫുഡ് കയറി ഇരുന്നിട്ട് വെരി ഗുഡ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ നമ്മള് വാ കഴുകി ബാക്കി ഇരിക്കുന്ന ഫുഡുകളെല്ലാം കഴുകി ക്ലീൻ ആക്കി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പൊ കേടുണ്ടാവുന്ന മനസ്സിലായോ? അപ്പൊ മെയിൻ വില്ലൻ ആരായിരുന്നു? കേടുണ്ടാക്കിയ മെയിൻ വില്ലൻ ആരാ? ബാക്ടീരിയയുടെ ഒപ്പം ഫുഡിന്റെ പാർട്ടിക്കിളും ഉണ്ടായിരുന്നു അല്ലേ? ബാക്ടീരിയ ഫുഡും ഇരുന്നതാ. അപ്പൊ അങ്ങനെ കേട് വന്നത്. അപ്പൊ നമുക്ക് കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇരുന്നോ സ്റ്റിക്കി ആയിട്ട് ഒട്ടിപ്പിടിക്കുന്ന കഴിച്ചാലും വായിക്കകത്തുനിന്ന് തിരിച്ചു പോരത്തില്ലാത്ത ചോക്ലേറ്റ് ഇരുന്നോ അത് തന്നെ. ബിസ്ക്കറ്റ് അതായത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നമ്മൾ ഒഴിവാക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ കൊക്കക്കോള അതിനകത്തൊക്കെ ആസിഡ് ഉണ്ട്. കോള, അതേപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ മുട്ടായികളൊക്കെ ഒട്ടിപ്പിടിക്കുന്ന മുട്ടായികളൊക്കെ ഇല്ലേ, ഒട്ടിപ്പിടിക്കുന്ന മുട്ടായികള് അതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വായിക്കകത്ത് പറ്റിയിരിക്കും, ആസിഡ് ഉണ്ടാക്കും. പല്ലിന് വരുന്ന ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞേ. ഒരു രോഗം മതി. പല്ല് കേട്. വെരി ഗുഡ്. പിന്നെ അപ്പൊ ഇനിയും നമുക്ക് പല്ല് കേട് വന്നോന്ന് നമുക്ക് എങ്ങനെയാ അറിയാൻ പറ്റുന്നേ? ഓക്കെ. തൊള വരുന്നത് ഏറ്റവും അവസാനം. ഏറ്റവും ആദ്യം നമുക്ക് അവിടെ ഒരു ചെറിയ വൈറ്റ് ആയിട്ട് ചെറുതായിട്ട് കാണാൻ പറ്റും. ചെറിയ വൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് പിന്നെ ഒരു ചെറിയ കറുത്ത പൊട്ടായിട്ട് കാണാൻ പറ്റും. അത് പയ്യെ ആ സമയത്തൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അവിടെ കേടുണ്ടോന്നൊന്നും. ആ കറുത്തത് പിന്നെ 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 വലുതായിട്ട് താഴേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവിടെ ഒരു ഇങ്ങനെ
ആ കുരിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ്, ഏറ്റവും ഉള്ളിൽ എത്തി കഴിയുമ്പോഴത്തേക്കാണ് വേദന വരുന്നത്. മനസ്സിലായോ? അപ്പോഴാണ്. അപ്പൊ ഇനി ഒരു ചെറിയ ആക്ടിവിറ്റിയെ, തൊട്ടടുത്തിരിക്കുന്ന ആളുടെ വാ ജസ്റ്റ് ഒന്ന് വാ എന്ന് തുറന്നു നോക്കിയിട്ട് അവിടെ വല്ല കേടുണ്ടോ എന്ന് നോക്കാവോ? ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിടുവൊന്നും വേണ്ട, ജസ്റ്റ് വാ തുറന്ന് നോക്കിയാൽ മതി. എല്ലാരും നോക്കിക്കേ. കേട് കേട് കണ്ടുപിടിച്ചിട്ട് എന്നോട് പറയണേ. കൈ ആദ്യം വായിക്കാത്ത കൈയിടണ്ട, എല്ലാരും ജസ്റ്റ് ഒന്ന് വാ പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കണ്ടുപിടിച്ചോ? ആരെല്ലാം കണ്ടുപിടിച്ചോ? കാണിച്ചേ. ആ അവിടെ ഒരു ചെറിയ കേട്. മിടുക്കൻ മിടുക്കൻ, വെരി ഗുഡ് വെരി ഗുഡ്. ആ അവിടെ ഒരു കേടുണ്ട്. പിന്നെ ആരെ കണ്ടുപിടിച്ചേ? കൂട്ടുകാരുടെ പല്ല കേട് കണ്ടുപിടിച്ച ആരാ? വെരി ഗുഡ് വെരി ഗുഡ്. 4 പല്ല. ആ കണ്ടുപിടിച്ചു. കേട് കണ്ടുപിടിക്കാൻ പഠിച്ചോ എല്ലാരും? ഇങ്ങനെയാ. ആ ഇവിടെ കേടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആരാ കേട് കണ്ടുപിടിച്ചോ? ആരെങ്കിലും കേട് കണ്ടുപിടിച്ചോ? ആ എവിടെയാ കേട് കാണിച്ചേ? ആ പിന്നെ വെരി ഗുഡ് വെരി ഗുഡ്. വായിക്കാത്ത ആരുടെയും വായിക്കാത്ത കൈയിടണ്ട, എല്ലാരും ജസ്റ്റ് വാ പൊളിച്ചൊന്ന് നോക്കിയാൽ മതി. ആ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ കേട് കണ്ടുപിടിച്ചോ? ആ പിന്നെ എന്നാ ചെയ്യണ്ടേ? കൊച്ചു പ്രായത്തില് തന്നെ, കുഞ്ഞു കൊച്ചിനുണ്ടോ? അപ്പം കൊച്ചു പ്രായത്തിൽ തന്നെ മോളുടെ വായിക്കാത്ത കേടുണ്ടോ? കണ്ടുപിടിച്ചോ? കേട് കണ്ടുപിടിച്ചോ? നോക്കട്ടെ. ആ അവിടെ ഒരു കുഞ്ഞു കേടുണ്ട് കേട്ടോ, കേടുണ്ട്. അമ്മായിയോട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ അമ്മായിയോട് പറയണം, എന്റെ അവിടെ ഒരു കറുത്ത പൊട്ടുണ്ട്, കറുത്ത പാടുണ്ട്, ഡോക്ടർ പറഞ്ഞു അത് കേടാണ് എന്ന്. എല്ലാരും ഇരുന്നോ? ആ വാവയ്ക്ക് ഇരിക്കാൻ ഇടയില്ല, കുറച്ചിങ്ങോട്ട് നീങ്ങിയിരുന്നോ. വാ കുറച്ച് നീങ്ങിയിരുന്നോ. അപ്പം എല്ലാരും കേട് പിടിച്ചില്ലേ? അപ്പൊ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയണം, എന്റെ ഇവിടെ കേട് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ. എന്നിട്ട് ഡോക്ടറെ പോയി കാണണം, എന്നിട്ട് പല്ല് അടയ്ക്കണം കേട്ടോ. ഒന്ന് എനിക്ക് വെള്ളമുണ്ട്. അപ്പൊ എല്ലാരും കേട് കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലേ? വെരി ഗുഡ്. ഇനിയിപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മള് ആ കാണുന്ന, നമ്മളിപ്പോ കറുത്തിരിക്കുന്ന ആ സ്ഥലം കണ്ടില്ലായിരുന്നോ? കറുത്തിരിക്കുന്ന സ്ഥലം കണ്ടവർക്ക് ആർക്കെങ്കിലും വേദന ഉണ്ടായിരുന്നോ? അവിടെ? കറുത്ത കണ്ടല്ലേ ഉള്ളൂ. ആ സ്റ്റേജിൽ നമ്മൾ പോയിട്ട് പല്ലടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വേറെ ചികിത്സയുടെ ആവശ്യമില്ല. പക്ഷേ ഇതങ്ങോട്ട് വേദന ആവുന്നോടം വരെ വെച്ചോണ്ടിരുന്നാലാണ് അതൊക്കെ പറിക്കേണ്ട ആവശ്യം വരുന്നത്, ഇൻഫെക്ഷൻ ആവും കേട്ടോ. അപ്പൊ നമ്മള് ഇത് ഡെന്റൽ കേരീസ്, കേട് പ്രിവെന്റ് ചെയ്യാൻ, അതായത് കേട് വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങള് ഒരു 2 എണ്ണം ആർക്കെങ്കിലും പറയാവോ? ആ വെരി ഗുഡ്. പിന്നെ പല്ല് തേക്കണം. ആ പിന്നെ 2 തവണ പല്ല് തേക്കണം, രാവിലെ വൈകുന്നേരം പല്ല് തേക്കണം. ആ ആരായിരുന്നു പറഞ്ഞു? ഇനി എല്ലാരും ഇരിക്കെ. കുളി കഴിയണം. പിന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കരുത്. അഥവാ കഴിച്ചാലും വാ കഴുകണം. പിന്നെ ഫ്ലൂറൈഡ് അടങ്ങിയ വെള്ളം കുടിക്കണം. അങ്ങനെ. അപ്പൊ ഇനി നമ്മുടെ ഭക്ഷണ ക്രമീകരണം, എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത്? വെരി ഗുഡ്. അപ്പൊ ഇതൊന്നും എനിക്ക് പറഞ്ഞു തരണ്ട, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ. ഫ്രൂട്ട്സ് കഴിക്കണം, ഈ പച്ചക്കറി കഴിക്കരുത്. പിന്നെ ഇരുന്നോ. ഇനി അഥവാ നമ്മൾക്ക് കേട് വന്നു പോയി ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പറ്റുന്നേ? അടയ്ക്കണം. പല്ലിന്റെ കളറിലുള്ള ഫില്ലിംഗ് ഉണ്ട്, ഇത് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? കറുത്ത കളർ കാണാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ ഇതുപോലെയാ ഫില്ല് ചെയ്യുന്ന. പല്ല് കേടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഫില്ല് ചെയ്യുന്ന ഇത് പണ്ടത്തെ രീതിയാണ്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ പല്ലിന്റെ സെയിം കളറിലുള്ള ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ലാസ്റ്റത്തെ കാര്യമാണ്. അപ്പം പല്ലിന്റെ സെയിം കളറിലുള്ള ഫില്ലിങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും പല്ല് കേടടച്ചിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ. പിന്നെ വേറെ ചികിത്സ, ഇൻഫെക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു.
പിന്നെ മോണരോഗമാണ് അടുത്തത്. മോണേന്നൊക്കെ ചോര വരുന്നു. പല്ല് തേക്കുമ്പോൾ ആർക്കെങ്കിലും ചോര വരാറുണ്ടോ? ചുമല കളർ വരാറുണ്ടോ? ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അങ്ങനെ ചോര ഒന്നും വരുന്നത് ചീത്തയാണ്. എല്ലാരും എണീറ്റ ഒന്ന് കറങ്ങിക്ക്. വീടല്ലേ, ഇരുന്നോ. എല്ലാരും ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. എല്ലാരും ഒന്ന് കൈയടിച്ചേ, ഒന്ന് ചാടിക്കേ. വെരി ഗുഡ്. ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേ. എല്ലാവർക്കും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തേ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിരിച്ചു കാണിച്ചേ. വെരി ഗുഡ്. അപ്പൊ ഇരുന്നോ. അപ്പൊ ഈ മോണരോഗമൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നാറ്റം വരും. ആരെല്ലാം ചിരിച്ചപ്പോ നാറ്റം വന്നായിരുന്നോ? ഇല്ലല്ലോ. അതെ. അപ്പം അവർക്കാണെങ്കിൽ ദഹനം ഒന്നും മര്യാദയ്ക്ക് നടക്കത്തില്ല. പല്ലിലൊക്കെ എല്ലൊക്കെ അങ്ങ് ദ്രവിച്ചു പോകും. പല്ല് വേദന എടുക്കും. പല്ലൊക്കെ ആടാൻ തുടങ്ങും, ഊരിപ്പോവും. അവർ പോലും അറിയാതെ പല്ല് ഊരിപ്പോവും. പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ചോര വരും. ഭയങ്കരമായിട്ട് എല്ലായിടത്തും വേദനയൊക്കെ എടുത്തിട്ട് ഡിപ്രഷനാവും. പല്ലൊടിഞ്ഞു പോയല്ലേ. നമ്മൾ ചെറുപ്പത്തൊട്ടേ അതൊക്കെ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് കേട് വരാതിരിക്കുന്നാലേ ഉള്ളൂ അങ്ങനെയൊക്കെ വരാതിരിക്കും. പിന്നെ പല്ലിന്റെ ഏതാ? വീണായിരുന്നോ കൊച്ച്? വീണ് കഴിയുമ്പോഴത്തേക്കാണ് അങ്ങനെ കളർ മാറുന്നത് കേട്ടോ. ഇരുന്നോ. പിന്നെ പുക വലിക്കരുത്. കളർ വരും, കറുത്ത് ക്യാൻസർ വരും. പിന്നെ പല്ലിന്റെ ഇടഭാഗമൊക്കെ നമ്മള് ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, പിന്നെ മോണരോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സ എന്തൊക്കെയാണെന്നറിയാവോ? ക്ലീൻ ചെയ്യണം. പല്ല് ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീനിങ് എന്നാ പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയും. സ്കെയിലിംഗ് ചെയ്യണം. അണുബാധ ഉണ്ടെങ്കിലും മരുന്ന് കഴിക്കണം. മരുന്നൊക്കെ ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കേണ്ടി വരും. അവിടെ ഇൻഫെക്ഷൻ ആവുന്നതുകൊണ്ടാണ് മോണേന്നൊക്കെ ചോര വരുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ വലിയ കാര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ശസ്ത്രക്രിയ ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പല്ല് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മോണരോഗം വരാണ്ട് നോക്കണം. പല്ല് കേട് വരാണ്ട് നോക്കണം. പിന്നെ ഇനിയില്ലേ, നമുക്ക് പല്ല് തേക്കുന്ന രീതി ഒന്ന് പഠിക്കണം. എല്ലാരും മടുത്തോ? ശരിക്കും എങ്ങനെയാ? ഒരാളിങ്ങോട്ട് വന്നിട്ട് എങ്ങനെയാ പല്ല് തേക്കുന്നതെന്ന് കാണിച്ചു തരാമോ? പിടിച്ചോ, ഇതേ കാണിച്ചതാ. പിടിച്ചോ. എല്ലാരും ഇരുന്നു. അവിടെ പോയിരുന്നു. നോക്കണേ. മോന്റെ പേരെന്നാ? ഏബൽ പല്ല് തേക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരും. ഏബൽ എങ്ങനെയാ പല്ല് തേക്കുന്നതെന്ന് കാണിച്ചു തരുവേ. നമ്മള് ഇങ്ങനെ എല്ലാ സ്ഥലവും നന്നായിട്ടിട്ട് തേക്കണം. പിന്നെ അടിയും പിന്നെ മേളിലെല്ലാം നന്നായിട്ട് തേക്കണം. കൊറേയൊക്കെ ചെളിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നല്ലതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ? വേറൊരാള് എന്നാ എങ്ങനെയാ? ഓക്കെ, ഗുഡ്. പക്ഷെ കുറെയൊക്കെ ചെളിയൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. മോൾ എങ്ങനെയാ പല്ലേക്കുന്നതെന്ന് കാണിച്ചു തന്നെ. ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് കാണിച്ചോ. എങ്ങനെയാ പല്ലേക്കുന്നേ?
അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ ഓക്കെ, വെരി ഗുഡ്. വേറെ ആരാ വരുന്നത്? പല്ല് കേൾക്കുന്ന കാണിക്കാൻ ആരാ വരുന്നേ? ആ ബാ, എന്നാ ബാ, എന്നാ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ആ കുറെയൊക്കെ ചെളി പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റാ. കുറച്ചൊക്കെ ശരിയുള്ളൂ, കുറച്ചൊക്കെ ചെളിയേ പോയിട്ടുള്ളൂ, കുറെയൊക്കെ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ബ്രഷ് ഉണ്ട്, നമ്മുടെ വായുണ്ട്. ഇതാണ് നമ്മുടെ വായ. ഇത് മേളിലത്തെ പല്ലാന്ന് ഓർത്തോ, ഇത് മേളിലത്തെ പല്ലാണേ, മേളിലത്തെ പല്ല്. അപ്പൊ നമുക്ക് ബ്രഷ് ഉണ്ടല്ലോ. ബ്രഷ്, നമ്മുടെ ബ്രഷിന്റെ പകുതി ഭാഗം, ബ്രഷിന്റെ പകുതി ഭാഗം മോണയിലും പകുതി ഭാഗം പല്ലിലിരിക്കുന്ന രീതിയിൽ കുറച്ച് ചെരിച്ച് പിടിക്കണം. 45 ഡിഗ്രി, 45 ഡിഗ്രി ചെരിച്ച് പിടിക്കാം. 45 ഡിഗ്രി എന്തരാന്നൊക്കെ അറിയാവോ? ആ ഇങ്ങനെ ഒരു ചെരുവ. അപ്പം അതിങ്ങനെ ഒന്ന് നോക്കണ്ട, പകുതി ഭാഗം പല്ലിലും പകുതി ഭാഗം മോണയിലും ഇരിക്കുന്ന രീതിയിൽ എനിക്ക് കാണിച്ചു തരണം കേട്ടോ. ഞാൻ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരാൾ ഇവിടെ വന്ന് കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ സമ്മാനമുണ്ട്. അപ്പം പകുതി ഭാഗം പല്ലിലും, ഞാൻ പറയുന്നതൊക്കെ അപ്പൊ പറഞ്ഞു തരണം എനിക്ക്. പകുതി ഭാഗം പല്ലിലും, പകുതി ഭാഗം എവിടെ ഇരിക്കണം? പകുതി ഭാഗം മോണയിലും ഇരിക്കുന്ന രീതിയിൽ പല്ല് ബ്രഷ് ചെരിച്ച് പിടിക്കണം. എന്നിട്ട് ചെറിയ റൗണ്ട് ആക്കിയിട്ട് താഴേക്ക് ബ്രഷ് ചെയ്തിടണം. മേളിലത്തെ പല്ലുകളൊക്കെ താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വരയ്ക്കാൻ പാടില്ല. മോണയും പല്ലൊക്കെ തേഞ്ഞു പോവും. ആ പല്ലും മോണയും തമ്മിലുള്ള ആ ഭാഗത്തില്ലേ, നമ്മുടെ ഏറ്റവും കട്ടിയുള്ള പോർഷനാണ് ഇനാമല്. ഇനാമലിന് കട്ടി ആ ഭാഗത്ത് കുറച്ച് കുറവാ. മോള് പല്ല് തേച്ചായിരുന്നോ? ഞാൻ പറഞ്ഞ രീതിയിൽ മനസ്സിലായായിരുന്നോ? ആ കഴിഞ്ഞ കഴിയുമ്പോ കാണിച്ചു തരണേ. അപ്പൊ എങ്ങനെയായിരുന്നു? പകുതി ഭാഗം എവിടെ ഇരിക്കണ്ടേ? വരുന്ന രീതിയിൽ ഒരു 45 ഡിഗ്രി ചെരിച്ച് പിടിച്ച് ചെറിയ റൗണ്ട് ആക്കിയിട്ട് മേളിലത്തെ പല്ലുകൾ താഴേക്ക്, മേളിലത്തെ പല്ലുകൾ താഴേക്ക് ബ്രഷ് ചെയ്യണം. ഇതുപോലെ തന്നെ ഫ്രണ്ടില് ഇത് ഇങ്ങനെ ഒരു ബ്രഷ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഒരു 3 പല്ലോളം നമുക്ക് ഇങ്ങനെ കവർ ആവുന്നുണ്ടല്ലേ. അതുപോലെ ചെറിയൊരു റൗണ്ട് ആക്കി താഴേക്ക് ബ്രഷ് ചെയ്യണം. കണ്ടോ? എങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യരുത്, താഴേക്ക് ബ്രഷ് ചെയ്യണം. താഴത്തെ പല്ലുകളോ മുകളിലേക്ക്, ഇപ്പൊ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് മുകളിലേക്ക് ബ്രഷ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മള് ഉള്ളുഭാഗം, പല്ലിന്റെ നാക്കൊക്കെ വരുന്ന സൈഡിലെ അവിടെയും ഇതേപോലെ തന്നെ പകുതി ഭാഗം പല്ലിലും പകുതി ഭാഗം മോണയിലും വരുന്ന രീതിയിലാ ചെരിച്ച് പിടിച്ച് താഴത്തെ പല്ലുകൾ എങ്ങോട്ട്? മുകളിലേക്ക് ബ്രഷ് ചെയ്യണം. മുകളിലത്തെ പല്ലുകള് താഴേക്ക് ബ്രഷ് ചെയ്യണം. അങ്ങനെ വേണം ക്ലീൻ ആക്കാനായിട്ട്. മനസ്സിലായോ? ഒരാൾ വന്ന് കാണിച്ചു തരാവോ? ആരാ? ജിൻസ്. രാജ്. ആ അത് കഴിഞ്ഞിട്ട് ജിൻസ്. ആ ഓക്കെ, വാ ജിൻസ്. എല്ലാരും കാണിച്ചു തരുവേ. മോളടുത്ത് കാണിച്ചു തരണേ. ജിൻസ് ഇപ്പൊ കാണിച്ചു തരും എങ്ങനെ പല്ല് വെക്കണ്ടേന്ന്. അത് കഴിയുമ്പോ കാണിച്ചു തരുമോ? ആ ആ ഇതിപ്പോ പല്ലാണേ. ആ കൊച്ചു ലെഫ്റ്റ് ഹാൻഡ് ആണോ വശം? അപ്പം മോണയിലും പല്ലിലും വരുന്ന രീതിയിൽ ചെരിച്ച് പിടിച്ച് ചെറിയ റൗണ്ട് ആക്കി താഴേക്ക് താഴേക്ക് കേട്ടോ. ചെറിയ റൗണ്ട് വന്നില്ലേലും താഴേക്ക് ബ്രഷ് ചെയ്യണം. ഇങ്ങനെ ചെറിയ റൗണ്ട് താഴേക്ക് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ഭാഗവും. ഇപ്പൊ നമ്മള് മുകളിലത്തെ പല്ലുകൾ കഴിഞ്ഞു. താഴത്തെയോ? എങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്. എങ്ങനെ ചെയ്യണം? മുകളിലത്തെ പല്ലുകൾ ചെറിയ റൗണ്ട് ആക്കി താഴേക്ക്, താഴത്തെ പല്ലുകൾ ചെറിയ റൗണ്ട്. നാളെ തൊട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുവോ? വലിയ വലിയ അപ്പച്ചന്മാരുടെ അമ്മച്ചന്മാരുടെ ഒക്കെ പല്ലിന്റെയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുഴി പോലെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ 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 വളഞ്ഞിട്ട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരുടെ? അങ്ങനെ അവരിങ്ങനെ ഒത്തിരി പുഴുക്കളൊക്കെ ചത്തുപോട്ടെ എന്ന് പറഞ്ഞോണ്ട് ശക്തിയിലിട്ട് അങ്ങ് ഉരയ്ക്കും. അപ്പൊ എന്ത് പറ്റും? പല്ല് തേഞ്ഞു പോകും കേട്ടോ. നഖം കടിക്കും ആരേലും? ചുണ്ട് കടിക്കും ആരേലും? മെഡിക്കലാണേ, നല്ല രീതിയിൽ പല്ല് തേച്ചിട്ടുണ്ട് കേട്ടോ.